നമ്മുടെ സ്കൂളുകളിൽ ലീഗൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതായത് LLB മൊത്തം പഠിപ്പിക്കണം എന്നല്ല, അവർ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അതൊരു 8th അല്ലെങ്കിൽ 10th വരെ പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം? എഞ്ചിനീയറിംഗിലൊക്കെ പോവുകയാണെങ്കിൽ സപ്ലികളുടെ എന്താ പറയുക രാജാവായി മാറാൻ സാധ്യതയുണ്ട്. ഞാൻ മുഖം മറച്ചു വെച്ചിട്ട് ചോദിക്കാം, ഈ ഫ്രണ്ട്സും പരിചയമുള്ളവരും ഒക്കെ ലോയുടെ അഡ്വൈസ് ചോദിക്കാൻ വിളിക്കാറുണ്ട്. പക്ഷേ ഡിഫമേഷനൊക്കെ നിയമം മാറ്റി വെക്കൂ. എന്തിനാണ് ഒരാളുടെ ശരീരഘടനയെ പറ്റി കളിയാക്കുന്നത്? അത് കളിയാക്കിയിട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്? 20 കൊല്ലമായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് ഒരു ആംഗിളും അറിയില്ലായിരുന്നു ഇതൊരു ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു എന്നുള്ളത്. കേരളത്തിന് എത്ര പൊട്ടൻഷ്യൽ ഉള്ള വേറെ സ്റ്റേറ്റ് ഇപ്പം ഇന്ത്യയിൽ വേറെ എവിടെയില്ല. ആൻഡ് ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റാത്തത് ഇറ്റ്സ് എ സാഡ് തിങ്. നിസ്സഹാരായ ക്ലൈൻസ് അല്ല, നിസ്സഹാരായ മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, കയ്യിൽ ഒരു 5 പൈസ എടുക്കാനുണ്ടാവില്ല. അവർ വലിയൊരു ബുദ്ധിമുട്ടിലായിട്ടുണ്ടാവും. അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ അവസ്ഥയിൽ കൂടെ ഒരു വക്കീൽ വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന കുറേ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടോ ഈ ക്രൈംസിന്റെ റേറ്റ് അവർക്കെതിരെയുള്ളതാണ് കൂടുതൽ വരുന്നത്. സീരിയസ്ലി ലോ ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുക, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലുള്ള എല്ലാവരും വായിക്കണം. ഇനി നിയമം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല പ്ലീസ്. അല്ലെങ്കിൽ തന്നെ പോരാളിയുടെ പോരാട്ടം കാണല്ലേ. AI കാലഘട്ടമാണ്. ഇറ്റ് വിൽ നോട്ട് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് അത് മോഫ്ഡ് ആണോ റിയൽ ആണോ എന്നുള്ളത്. ആൻഡ് അത് വലിയൊരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. അത് മാറണമെങ്കിൽ സൈബർ സെൽ സ്ട്രോങ് ആവണം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾ, അതായത് എന്താ പറയുക, സാധാരണ ജനങ്ങൾ എന്ന് പറയുമ്പോൾ കോമൺ പീപ്പിളിന് ഒരുപാട് നിയമങ്ങൾ പഠിപ്പിച്ചിരുന്ന നമ്മുടെ സ്വന്തം ലോയർ പ്രോ നവനീത് പവിത്രൻ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹായ്. നമസ്കാരം. ഏത് ക്യാമറ ആംഗിൾ ഇതാക്കി ഇരിക്കുമായിരുന്നോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കും ഏത് ക്യാമറയിലേക്ക് നോക്കണം എന്നുള്ളത്. ഓക്കെ. അല്ല, ഈ പോഡ്കാസ്റ്റിന് വന്നതെന്ന് പറയുന്നത് ഭയങ്കര സംഭവബഹുലമായ ഉള്ളൊരു യാത്രയിലൂടെയാണ് അല്ലേ? മഴ. ഞാനൊക്കെ എൻ്റെ മേക്കപ്പ് ഒലിച്ചു പോകുന്നായിരുന്നു പേടി. ഞാൻ ആക്ച്വലി കോഴിക്കോട് നിന്ന് ട്രെയിൻ പിടിച്ച് വന്ന് വാട്ടർ മെട്രോ യൂസ് ചെയ്ത് മറ്റേ മെട്രോ യൂസ് ചെയ്ത് അത് കഴിഞ്ഞ് ഓട്ടോറിക്ഷ പിടിച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റിലേക്ക് പോയിട്ടില്ല. അതാണ് ഈ പോഡ്കാസ്റ്റിന്റെ പ്രത്യേകത എന്നാണ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ വരുന്ന എല്ലാ ഗസ്റ്റുകളോടും പറയാറുള്ളത്. ഈ പോഡ്കാസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ട്രോളാവോ പടത്തില്ല അതെ, എന്ന് ബ്രേക്ക് ആവും എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാവരോടും ഇപ്പം മറക്കാതെ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയല്ലാതെ സുഖം, കുഴപ്പമില്ലാണ്ട് പോകുന്നു. കുറേ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ തിരക്കുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കുക. ഈ എന്താ പറയുക, ലോ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു തോട്ട് വന്നത് ഈ ആളുകൾ, അതായത് പരിചയക്കാരൊക്കെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ്, അതായത് നോളജ് ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നോളജ് ഗ്യാപ്പ് ശരിക്കും മാറ്റാനായിട്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ നോളജ് ഗ്യാപ്പ് മാറ്റാനെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റീലുകൾ, വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ മാത്രം ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറേ ലീഗൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മാത്രം ചെയ്തിട്ടോ ഈ ഗ്യാപ്പ് പെട്ടെന്നൊന്നും മാറാൻ പോകുന്നില്ല. ഇത് പെട്ടെന്ന് മാറണമെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ ലീഗൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. അതായത് LLB മൊത്തം പഠിപ്പിക്കണം എന്നല്ല, അവർ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അതൊരു 8th അല്ലെങ്കിൽ 10th വരെ പഠിപ്പിച്ചാൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. സിമ്പിളായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ ഗ്യാപ്പ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ വേണമെങ്കിൽ കോളേജിലും എന്തെങ്കിലും ഒരു സെമസ്റ്ററിലൊക്കെ ചെയ്യണമെങ്കിൽ പേപ്പർ പോലെയൊക്കെ കൊടുക്കാവുന്നതാണ്. സോ ദാറ്റ് എന്താ പറയുക, അവർക്ക് കൂടുതൽ അറിയാൻ പറ്റും എന്താണ് അവരുടെ റൈറ്റ്സ്, എന്താണ് അവരുടെ ഡ്യൂട്ടീസ്, എന്താണ് നിയമങ്ങൾ എന്നുള്ള കാര്യങ്ങൾ. സോ അങ്ങനെ നമ്മുടെ ഗവൺമെൻറ്റൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നോളേജ് ഗ്യാപ്പ്, ഈ ലീഗൽ നോളേജ് ഗ്യാപ്പ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ LLB സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ. ഒരു 8th 9th ആ ടൈമിലാണെന്ന് തോന്നുന്നു. ഒരു പീരീഡ് മാത്രം ഇങ്ങനെ വന്നിട്ട് ഒരാഴ്ച എന്തോ പഠിപ്പിച്ചെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഒരു 2-3 ലോയേഴ്സിനെ സ്റ്റുഡൻസിനെ ലോയർ സ്റ്റുഡൻസിനെ എന്താ പറയുന്നത്, ലോ സ്റ്റുഡൻസ്. ശരി, അതാ വാക്ക് കിട്ടുന്നില്ലായിരുന്നു പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് മറ്റേ ശരിക്കുള്ള പീരീഡ് പോയി കിട്ടുന്നു. ഇതിങ്ങനെ കേട്ടോണ്ടിരുന്നാലും ഇല്ലെങ്കിലും എക്സാം ഒന്നും ഇല്ലല്ലോ, അതങ്ങ് പോയി കിട്ടും, വെറുതെ ഇരിക്കാൻ ഒരു സമയം എന്നുള്ളതായിരുന്നു. പക്ഷെ വളർന്ന് വലുതായി വരുമ്പോൾ ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ കേൾക്കുമ്പോൾ, ഒരുപാട് സിനിമകൾ കാണുമ്പോൾ ഒക്കെ അത് നിയമം കൊണ്ടല്ലേ രക്ഷപ്പെട്ടത്. അപ്പോൾ ആ അറിവ് പലരിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലവരൊക്കെ രക്ഷപ്പെട്ടു പോയേനെ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക പ്രിവിലേജസ്, അല്ല എന്താ അതിന് പറയാം, എക്സാക്ട് വേർഡ് എനിക്കറിയില്ല, വന്നേനെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാറില്ലേ? അതായത് ബിഫോർ ലോ സ്റ്റുഡൻ്റ് ആവുന്നതിന് മുന്നേ ഒരു 10th 12th വരെയൊക്കെ ലോയിനോടുള്ള എത്രത്തോളം എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ട്? 10th 12th വരെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പോഷറേ ഇല്ല. ഞാനൊരു വക്കീലാവുന്ന എന്താ പറയുക, എൻ്റെ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ ആഗ്രഹങ്ങൾ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹങ്ങളായിരുന്നു. ചെറുപ്പകാലത്ത് ഈ സ്റ്റാർസും ഈ പ്ലാനറ്റ്സും ഒക്കെ കണ്ടിട്ട്
അച്ഛനോട് കുറേ സംസാരിച്ചിട്ടൊരു സയൻറ്റിസ്റ്റ്, നാസയിൽ സയൻറ്റിസ്റ്റ് ആവണമെന്നൊരു ആഗ്രഹം വന്നു. പിന്നെ 2-3 ക്ലാസ് കഴിയുമ്പോൾ IAS പോയിക്കൂടെ എന്ന് ചിന്തിച്ചു. പിന്നെ ഒരു പോലീസുകാരനാവുന്ന ആഗ്രഹം വന്നു. അങ്ങനെ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ക്യൂ എത്തി. അവസാനം 10th ഞാൻ 11th സ്ട്രീം എടുക്കുന്നത് സയൻസ് ആണ്. സയൻസ് എടുത്തിട്ട് മാത്സിൽ പൊട്ടിയാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. മാത്സ് ബന്ധപ്പെട്ടുള്ള എന്ത് ഫീൽഡിലേക്ക് പോയാലും ഞാൻ പച്ച പഠിക്കാൻ പോകുന്നില്ല. എഞ്ചിനീയറിംഗിലൊക്കെ പോകുകയാണെങ്കിൽ സപ്ലികളുടെ എന്താ പറയുക രാജാവായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഈ ആഡൊക്കെ പറഞ്ഞ പോലെ സജസ്റ്റ് ചെയ്തതാണ് നിനക്ക് LLB ചെയ്തൂടെ. ആ സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. അപ്പോൾ അങ്ങനെ സജഷൻ്റെ പേരിൽ പിന്നെ നോക്കാലോ ഒന്ന് വെറുതെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നോക്കി, കിട്ടി. അങ്ങനെയാണ് ഞാൻ LLB. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി പറയുന്നത് ഒരു ആക്സിഡൻ്റൽ ലോയർ എന്നാണ്, സിമ്പിളായിട്ട്. ആക്സിഡൻ്റൽ എന്ന് പറയത്തില്ല, എല്ലാം ഒരു ഡെസ്റ്റിനി ആയിട്ട് കൂട്ടാൻ പറ്റും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലൈഫിൽ എവിടെയും ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ലോയറാവും. എൻ്റെ വീട്ടുകാർ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഞാൻ ലോയറാവുന്നുള്ള കാര്യം. ലോയറായി, കണ്ടന്റ് ക്രിയേറ്ററായി. ഇറ്റ്സ് ഡെസ്റ്റിനി. ഇനിയിപ്പം ഡെസ്റ്റിനി എതിർക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ എന്താ പറയുക, എൻ്റെ വിശ്വാസപ്രകാരം നമ്മൾ എവിടെയാണ് എത്തേണ്ടത് നമ്മൾ എത്തിച്ചേരും. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടെന്നാണ്. അതായത് എല്ലാ മനുഷ്യരും ജനിക്കുന്നതും മരിക്കുന്നതും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. മേ ബി അതായി ഒരു ലോയറായി മാറുക, ആളുകൾക്ക് പബ്ലിക് സർവീസിലേക്ക് വരിക എന്നുള്ളതായിരുന്നായിരിക്കാം യുവർ പേർപ്പസ്. അങ്ങനെ ചിന്തിച്ചു ആ ഒരു ലെവലിലേക്ക് എന്താ പറയുക ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ പേർപ്പസ് എന്താണെന്ന് ഞാൻ എന്നോട് പണ്ട് ഒരു 2-3 കൊല്ലം മുന്നേ ചോദിച്ച സമയത്ത് എനിക്ക് എന്നിൽ നിന്ന് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നൊരു വ്യക്തിയാവും നീ എന്നൊരു ഉത്തരമാണ് എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതെങ്ങനെ കൊണ്ടുവരുമെന്നോ അത് എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നോ എന്ന് എനിക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഐ റിയലി ബിലീവ് ദാറ്റ് ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്ത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് നമ്മളുടെ രാജ്യത്തിനെ കുറച്ച് മുന്നോട്ടേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ചിലപ്പോൾ നിയമത്തിലൂടെ ആവാം, വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ ആവാം. പക്ഷേ ഇല്ലീഗലല്ല, ഞാൻ ലീഗലായിട്ട് പറയുകയാണ്. സോ ലീഗലായ ഏത് മാർഗ്ഗം വഴിയായിരിക്കും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരിക. സോ ഞാൻ ബിലീവ് ചെയ്യുന്നത് ദാറ്റ് ഈസ് മൈ പർപ്പസ് എന്നാണ്. ലെറ്റ്സ് സീ എങ്ങനെയാണ് പോകാൻ പോകുന്നത്. ഈ ഫ്രണ്ട്സ് സീരീസ് കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലായിടത്തും ഉപയോഗിക്കുന്ന റെഫറൻസ് ആ ഫ്രണ്ട്സ്. ബിക്കോസ് എൻ്റെ ഭയങ്കര എന്താ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്തിട്ടുള്ള ഒരു സീരീസാണ്. പിന്നെ എൻ്റെ ഭയങ്കര മോസ്റ്റ് ഫേവറേറ്റ് ആണ്. അതിൽ ഫീബിയുടെ ഒരു ടൈമിലുള്ള ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അത് പുള്ളിക്കാരൻ മറ്റേ ഫുഡ് ഇൻസ്പെക്ടറാ. കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ പുള്ളി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവർ ഡേറ്റിന് പോകും, ഫുഡ് കഴിക്കാനിരിക്കും. അപ്പം എന്തെങ്കിലും പ്രശ്നം കാണും, അപ്പം ആ റെസ്റ്റോറൻറ്റ് പൂട്ടിയിട്ട് പോകും. എന്നിട്ട് ഒരു ദിവസം ഫീബി ആ റെസ്റ്റോറൻറ്റിൽ പോയാലും അതെനിക്ക് ഭയങ്കര ഫേവറേറ്റ്. വേണ്ട അവിടെ പോയി ഇവൻ പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ റിയൽ ലൈഫിൽ ലോ അറിയാവുന്നത് കൊണ്ട് എപ്പോഴെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ടെക്നിക്കലി എൻ്റെ കാര്യത്തിൽ ഞാനിപ്പോൾ ഒരാളുടെ കൂടെ പോവാണ്, ഫ്രണ്ട്സിനോടൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ടെക്നിക്കലി ബോധേഡ് ആവാറില്ല. പക്ഷെ എൻ്റെ കൂടെ നിൽക്കുന്നവർ ചോദിക്കും, എടാ അത് ലീഗലാണോ, എടാ ഇത് ലീഗലാണോ, അല്ലെങ്കിൽ ബില്ല് കാണിച്ചു ചോദിക്കും ഇത് ലീഗലാണോ എന്നുള്ളത്. അപ്പോൾ ടെക്നിക്കലി എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം ലോ ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ, ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ എൻ്റെ ഫോക്കസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവർ ഞാൻ ലോയർ ആണല്ലോ, സോ അതുകൊണ്ട് പല കാര്യങ്ങളും ഇവർ എന്നോട് ചോദിക്കും. എന്നിട്ട് പല സിറ്റുവേഷനിലും എന്താ പറയുക ഞാൻ എൻ്റെ നിയമത്തിൻ്റെ സ്കില്ല് യൂസ് ചെയ്യാറുണ്ട്. അത് പക്ഷേ വളരെ കാമായിട്ടുള്ള രീതിയിൽ, അല്ലാണ്ട് എന്താ പറയുക ഭയങ്കരമായ പ്രശ്നക്കാരനൊന്നും ആവാറില്ല. ഫോർ എക്സാമ്പിൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ടിക്കറ്റ് തന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കും ടിക്കറ്റ് എന്തായാലും എനിക്ക് തരണം, ടിക്കറ്റ് തരും. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് തരാറുണ്ട്. ചില്ലറ തന്നില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ പോകുന്ന സമയത്ത് ബില്ല് തന്നിട്ടില്ലെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് ചോദിക്കും ബില്ല് വേണമെന്നുള്ള കാര്യം. അതേപോലെ ക്യാരി ബാഗ് തന്നിട്ടില്ലെങ്കിൽ ക്യാരി ബാഗ് തരാൻ പറയും. അതിൻ്റെ മുകളിൽ ലോഗോ ഉണ്ടെങ്കിൽ ഞാൻ പറയും ഞാൻ പൈസ തരില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളും ചെയ്യാറുണ്ട്. പക്ഷേ അതൊക്കെ വളരെ മാന്യമായിട്ട്. ഞാൻ എന്താ പറയുക, ഞാനിപ്പോൾ ആൾക്കൊക്കെ നിയമം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞ് അവിടെ പോയി കച്ചറ ഉണ്ടാക്കുമോ അടി ഉണ്ടാക്കുമോ എന്നല്ല. നിങ്ങൾ ആ നിയമം വളരെ റെസ്പെക്ട്ഫുള്ളി യൂസ് ചെയ്യുക. ആൻഡ് നിങ്ങളത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ ഇല്ലീഗലായ ഒരു ആക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, അത് ചെയ്താൽ മതി. അല്ലാണ്ട് എന്താ പറയുക നിയമം അറിയാമെന്ന് വിചാരിച്ചിട്ട് തട്ടിക്കയറാണെന്ന് ഞാൻ പോകാറില്ല. വളരെയധികം കാമായിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല ഇതൊക്കെ പറയാൻ താനാരോടോ, താനെന്താ വക്കീലാണോ, അങ്ങനെയുള്ള ചോദ്യം ശരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊരു സമയത്ത് ഒരു പോലീസ് എന്താ പറയുക ഒരു വണ്ടി എൻ്റെ വണ്ടി കൈ കാണിച്ചു. കൊയിലാണ്ടി എൻ്റെ നാട്ടിൽ തന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടില്ല. പക്ഷേ എൻ്റെ കയ്യിൽ മൊബൈലിൽ ഡിജി ലോക്കറിൽ എന്തുണ്ട് ലൈസൻസ് ഉണ്ട്. ഞാൻ ആ ലൈസൻസ് എടുത്ത് കാണിച്ചു, സർ ഇതാണ് എൻ്റെ ലൈസൻസ്. അപ്പോൾ പറയുക ഇത് ഇല്ലീഗൽ അല്ലാന്ന്. ഞാൻ മറ്റേ സെക്ഷൻ ലീഗൽ അല്ല പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സെക്ഷൻ എടുത്ത് കാണിച്ചു കൊടുത്തു. സർ ഇത് സെക്ഷൻ അല്ല മറ്റേ നോട്ടിഫിക്കേഷൻ ആണ്, നോട്ടിഫിക്കേഷൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ താൻ വക്കീലാണോ വെച്ചു. ഞാൻ പറഞ്ഞു വക്കീലാണ്. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത് ചെയ്യാനല്ലേ. അതല്ല ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇത് ശാന്തിമായ ദേവി പുള്ളിക്കാരിയോട് ആരോ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം. അപ്പോൾ എനിക്കൊരു വക്കീലിനെ ചോദിക്കാൻ കിട്ടിയപ്പോൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഈ ഒബ്ജെക്ഷൻ യുവർ ഓണർ എന്നൊക്കെ പറഞ്ഞ് അത്രയും ഒച്ച ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി തന്നെ വാദിക്കുന്ന എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അത് നമ്മൾ വളരെ പീസ്ഫുൾ ആയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും പൊതുവേ കോടതിയിലുണ്ടാവും. നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ, വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ജഡ്ജ് ഉണ്ടാവും, അതേപോലെ വക്കീലന്മാരുണ്ടാവും, പ്രതികളും എവിഡൻസിനുള്ള കുറേ എല്ലാവരും ഉണ്ടാവും. വളരെ കാമായിട്ടാണ് അവിടുത്തെ സിസ്റ്റം പോവുക. പിന്നെ ചില സമയങ്ങളിൽ ചിലപ്പോൾ വലിയൊരു ആർഗ്യുമെൻറ്റ് വന്നേക്കാം. പക്ഷേ നിങ്ങൾ സിനിമയിൽ കാണുന്ന പോലെ ഫുൾ ടൈം എന്താ പറയുക ഹൈ ടോണിൽ വക്കീലന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സ്ഥലമേ അല്ല അത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും ജസ്റ്റ് ഒന്ന് ഒരു കോടതി പോയി നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കുക അവിടെ എന്താ വളരെ കാമാണ് അവിടെ. വേറെ അങ്ങനെ വലിയ എന്താ പറയുക ഈ സംഭവം ഒന്നും ഉണ്ടാവാറില്ല. ആൻഡ് ജഡ്ജിനോട് വളരെ എന്താ തട്ടിക്കേറിയൊക്കെ സംസാരിച്ചാൽ അത് പ്രശ്നമാണ്, ഭയങ്കര പ്രശ്നം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാനൊന്ന് കോർട്ടിൽ എൻ്റെ ആക്സിഡൻറ്റ് കേസിൻ്റെ പേരിൽ പോകാൻ നമ്മൾ ജഡ്ജിനെ പാസ് ചെയ്ത് പോലും പോകാൻ പറ്റില്ല. അങ്ങനെ കുറേ ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയ. അപ്പോൾ സിനിമയിലൊക്കെ കാണുമ്പോൾ നേരെ തിരിച്ചാ ഭയങ്കരമായിട്ട് മറ്റേ, കാരണം വക്കീലായിട്ട് വരുന്നവരായിരിക്കും മോസ്റ്റ്ലി നായകൻ അല്ലെങ്കിൽ മെയിൻ കഥാപാത്രം അല്ലെങ്കിൽ ട്വിസ്റ്റ് കൊണ്ടുവരുന്ന ആൾ. അപ്പോൾ എന്തായാലും അവർക്കാണല്ലോ പ്രാധാന്യം കാണിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങളുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലോ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടുണ്ട്, അതായത് വൺസ് സ്റ്റാർട്ടഡ് എന്താ ലോ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട്? എനിക്ക് ആക്ച്വലി ഒരു സീരീസ് ഉണ്ട് സൂട്ട്സ് എന്ന് പറഞ്ഞിട്ട്, അതെന്റെ പിന്നെ ഞാൻ ഒരു സീരീസേ കണ്ടുള്ളൂ, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല ഹാർവി സ്പെക്ട്രം എന്നുള്ള ക്യാരക്ടർ ഉണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യിപ്പിച്ചിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ ഓഫ് കോഴ്സ് നരസിംഹത്തിലെ മമ്മൂട്ടിയെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതൊരു ഭയങ്കര ക്യാരക്ടറാണ്. ആൻഡ് അത് ആക്ച്വലി അന്ന് കണ്ട സമയത്ത് ഞാൻ ലാലട്ടൻ ഫാനാണ്, പക്ഷെ മമ്മൂക്കയ്ക്ക് എതിരല്ല. പക്ഷേ ആ സമയത്ത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഒരു ലോസിലുണ്ടായി പഠിക്കുന്ന സമയത്താണ് ആ സീനൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ ഒരു ഇൻസ്പിറേഷൻ ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അതെനിക്കിഷ്ടമാണ്. ഈ സൂട്ട്സും ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ നീര്, ടു ബി ഫ്രാങ്ക് ഇറ്റ്സ് എ ബ്രില്യൻ മൂവി. ആൻഡ് അതിൽ കാണിച്ചിരിക്കുന്ന ഒരു കോർട്ട് അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതൊരു 90-95% അങ്ങനെ തന്നെയാണ്. ശരി. ആ സിനിമ കണ്ടപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇതിൽ സാധാരണ സിനിമകളിൽ കാണുന്ന പോലെ ഉള്ളൊരു ഗ്ലോറിഫിക്കേഷൻ, എനിക്കൊന്ന് ശാന്തി മായാദേവിയുടെ ഒരു റിയൽ ലൈഫ് ലോയറിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം. ബിക്കോസ് ഈവൻ ശാന്തി മായാദേവി ആണെങ്കിലും ശരി, ഡയറക്ടർ ആണെങ്കിലും ശരി, അവർ കൃത്യമായി സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഒരു കോടതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ കോടതി എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് മലയാളത്തിൽ ഇറങ്ങിയിട്ട് 95% കോടതികളുമായി പറഞ്ഞൊരു ആ ഒരു സിസ്റ്റവുമായിട്ട് നീതി പുലർത്തിയൊരു സിനിമ നീര് തന്നെയാണ്. സോ എന്നാത്താം കേസ് കൂടും ഇറ്റ്സ് എ ഗുഡ് മൂവി, വെരി ഗുഡ് മൂവി. കുറച്ച് ഹൊറർ എനിക്ക് കട്ട് ചെയ്ത് മറ്റൊന്ന് കൊള്ളാം. മറ്റേ ഇത് നല്ലൊരു ചോദ്യം, മഹാവീര്യർ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്താ ചോദ്യം? എന്താ അതിനകത്ത് ഈ കോർട്ട് റൂമാണ്. അത് ഏകദേശം. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ട്രെയിലർ കണ്ട് ബോറടിച്ചോണ്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ അല്ല, ഫസ്റ്റ് ഹാഫ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ എന്തോ ഒരു പാസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മെസ്സേജ് എനിക്ക് കിട്ടിയില്ല. എൻജോയ് ചെയ്തോന്ന് ചോദിച്ചെങ്കിൽ എൻജോയ് ചെയ്തു, പക്ഷെ മെസ്സേജ് കിട്ടും. നമുക്ക് എല്ലാ സിനിമ കാണുമ്പോഴും എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ട് വേണമല്ലോ ഇറങ്ങാൻ. അത് കിട്ടിയില്ല എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് കാണാത്ത സ്ഥിതിക്ക് അത് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ പോട്ടെ. ഇനി അടുത്ത ചോദ്യം ഞാൻ മുഖം മറച്ചു വെച്ചിട്ട് ചോദിക്കാം. ഈ ഫ്രണ്ട്സും പരിചയമുള്ളവരും ഒക്കെ ലോയുടെ അഡ്വൈസ് ചോദിക്കാൻ വിളിക്കാറുണ്ട്? തീർച്ചയായും ഫ്രണ്ട്സ് വളരെ വളരെ വളരെയധികം പല ആളുകളും വിളിക്കാറുണ്ട്. അപ്പോൾ വിളിക്കാറുണ്ട്, ഫ്രണ്ട്സ് കുറേ ആൾക്കാർ വിളിക്കാറുണ്ട്, ഫാമിലീസ് കുറേ ആൾക്കാർ വിളിക്കാറുണ്ട്, അഡ്വൈസ് കൊടുക്കാറുണ്ട്. അറിയുന്ന അഡ്വൈസ് ആണെങ്കിൽ കൊടുക്കും. പിന്നെ അതിന് ബില്ലടിക്കുകയോ അല്ലെങ്കിൽ ചെക്ക് തരുമെന്നൊന്നും ഞാൻ പറയാറൊന്നുമില്ല. ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഫ്രീ ആയിട്ടാണല്ലോ ഇൻസ്റ്റാഗ്രാം വഴി കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ആൾ എന്നോട് ചോദിക്കും ഇത് സംഭവം എന്താ ചെയ്യേണ്ടത്, ഞാൻ നേരെ എൻ്റെ റീലെടുത്ത് അയച്ചു കൊടുക്കും. വ്യൂസ് മാത്രമല്ല, എൻ്റെ പണി കുറഞ്ഞു. അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിപ്പിച്ചു കൊടുക്കേണ്ട സംഭവം പിന്നെ തിരിച്ച് വിളിക്കുകയാണ്, ഞാൻ പറയും ഒന്ന് ക്യാപ്ഷനിൽ നോക്കിയാൽ മതി, ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടെന്നുള്ളത്. സിമ്പിൾ. ഇപ്പോൾ അതാണ് എൻ്റെ പരിപാടി. ഈ എന്താ പറയുക, നമ്മളെ ഈ ചെയ്യുന്ന ഏത് ജോലിയിലാണെങ്കിലും നമുക്ക് എക്സ്പോഷർ കിട്ടുന്നത് ഭയങ്കര നല്ലതാണ്. ഇപ്പം അറിയപ്പെടുന്നൊരു ഡോക്ടർ ആവുന്നതായിക്കോട്ടെ, അറിയപ്പെടുന്നൊരു ലോയർ ആവട്ടെ, എന്ത് ടീച്ചർ ആയിക്കോട്ടെ, എല്ലാത്തിനും ഇപ്പം നല്ലൊരു ട്യൂഷൻ ടീച്ചറുണ്ട്, മാത്സ് ട്യൂഷൻ ടീച്ചറുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ പ്രൊഫഷണലി എത്രത്തോളം ഈ ഇൻസ്റ്റാഗ്രാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ യുവർ ലൈഫ്? പ്രൊഫഷണലി ഞാനൊരു കോർപ്പറേറ്റ് ലോയറാണ്. അപ്പം അതേപോലെ തന്നെ ഞാൻ ലീഗൽ എഡ്യൂക്കേറ്റർ കൂടിയാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു ഫേം ഉണ്ട്, റിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലീഗൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഫേമാണ്. അതായത് എൻട്രൻസ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ആ പെർസ്പെക്റ്റീവിൽ യെസ്, ഞങ്ങൾക്ക് സ്റ്റുഡൻസ് വരാനും അല്ലെങ്കിൽ ബിക്കോസ് അവർക്ക് എന്നെ അറിയാം, കുട്ടികൾക്ക് എന്നെ കൃത്യമായിട്ട് പറയാം ഞാൻ എന്താണ്, എൻ്റെ നോളേജ് ലെവൽ എന്താണ്, ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയാം. അപ്പോൾ അവർക്ക് എന്നൊരു ട്രസ്റ്റ് എലിമെൻ്റ് ഉണ്ട്. ആൻഡ് അത് കണ്ടിട്ട് കുറേ നല്ല കുട്ടികൾ നമ്മളുടെ എന്താ പറയുക റിറ്റ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ആ ലെവലിൽ എനിക്ക് ഞങ്ങൾക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കോർപ്പറേറ്റ് ലോയർ ആയതുകൊണ്ട് കോർപ്പറേറ്റ് ക്ലയൻസ് വരാറുണ്ട്. ഞാൻ ആക്ച്വലി ക്രിമിനൽ അല്ലെങ്കിൽ സിവിൽ മാറ്റേഴ്സ് ഡീൽ ചെയ്യാറില്ല, ബിക്കോസ് അത് ഞാൻ ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആക്ച്വലി ഏറ്റവും കൂടുതൽ ചോദ്യം ആ ഏരിയ നിന്നാണ് വരുന്നത്, പക്ഷേ ഞാൻ ചെയ്യാറില്ല അത്. പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് കൊണ്ടാണ് തൽക്കാലത്തേക്ക്. സോ പ്രൊഫഷണലി ഈ ഒരു ലെവലിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഇതുകൊണ്ടാണ് എനിക്ക് റേഡിയോ മിർച്ചിയിൽ
ഞാൻ RJ ആയിട്ട് ഒരു ഷോ ചെയ്യുന്നത് അവിടെ. അപ്പം അതും ആക്ച്വലി ഇതുകൊണ്ട് തന്നെയൊക്കെയാണ് വരുന്നത്. സോ യെസ്, പ്രൊഫഷണലിയും പേഴ്സണൽ ലൈഫിലും നല്ലപോലെ ബെനിഫിറ്റ് കണ്ടന്റ് ക്രിയേഷനെ കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി. ഈ സോഷ്യൽ മീഡിയ കൊണ്ട് സാധാരണ ജനങ്ങളിൽ എത്രത്തോളം ഈ ലോയുടെ ഇമ്പാക്റ്റ്, എന്താ ലോയർ ബ്രോ എന്നുള്ള ആളുടെ മാത്രം അത് മാറ്റി വെച്ചിട്ട് അത് മാത്രമല്ലാതെ അതിൻ്റെ ഒരു പുറത്തേക്ക് സോഷ്യൽ മീഡിയ കൊണ്ട് എത്രത്തോളം ആളുകളിലേക്ക് ഒരു ലോയുടെ ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടായിരിക്കും? ഐ ഫീൽ ദാറ്റ് ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ, കുറേ ആൾക്കാരുണ്ടല്ലോ. ഇവരെല്ലാവരും ഉള്ളത് കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ കുറേ ആളുകളിലേക്ക് ഈ പറഞ്ഞ നിയമങ്ങൾ എത്തി. പല ടൈപ്പ് ഓഫ് നിയമങ്ങളാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. ഇത് എത്തുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് നോളേജാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർക്കറിയാം എന്താണ് റൈറ്റ് എന്നുള്ളത്. ആൻഡ് ഇപ്പോൾ അവരെ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്, അവർ ധൈര്യമായിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു റീൽ ഇട്ടിരുന്നു, കോളേജുകളിലൊക്കെ UGCയുടെ പരിധിയിൽ വരുന്ന കോളേജുകൾക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള അധികാരമില്ല എന്നുള്ളത്. അത് കുട്ടികൾക്കോ ഈ പറഞ്ഞ ആർക്കും അറിയില്ലായിരുന്നു. ആ സിറ്റുവേഷൻ വന്നപ്പം ഇവർ എൻ്റെ ഈ റീൽ ഉപയോഗിച്ചിട്ട് അതിൽ പറഞ്ഞ നോട്ടിഫിക്കേഷൻ കാണിച്ചിട്ട് സർട്ടിഫിക്കറ്റ്സ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്ന വൈഫ് അത് ഡൊമസ്റ്റിക് വയലൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എൻ്റെ വീഡിയോ കണ്ടാണ് മനസ്സിലാക്കി ഡൊമസ്റ്റിക് വയലൻസ് ആണെന്ന് അവർക്ക് നീതി ലഭിച്ചിട്ടുണ്ട്. സോ ടു ബി ഫ്രാങ്ക്, സോഷ്യൽ മീഡിയ കൊണ്ട് ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ലോ ആയിക്കോട്ടെ, ഫൈനാൻസ് ആയിക്കോട്ടെ, ടാക്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ആളുകളിലേക്ക് എത്തുകയാണ്, ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് ക്രിയേറ്റിംഗ് എ ബിഗ് ഇമ്പാക്ട് റൈറ്റ് നൗ. ഈ റീസെൻ്റ്ലി ഞാനൊരു ടാക്സ് കൺസൾട്ടൻ്റെ പോഡ്കാസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ പുള്ളി പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തായിരുന്നു. അതായത് ആളൂരാൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ്, ആ പേര് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞു? അതെ, പുള്ളിക്കാരൻ മറ്റേ ജോളി കേസിലൊക്കെ ഭയങ്കര പുള്ളിയാണല്ലോ. അപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയെ ന്യായീകരിക്കുകയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അഭയ് പറയുന്നത്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളി എഴുതി വെച്ചിരിക്കുന്ന നിയമം ഉപയോഗിച്ച് മാത്രമാണ് ഇവരെയൊക്കെ രക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നിയമം എഴുതിയവരെയാണ് പറയേണ്ടത്, അല്ലാതെ പുള്ളിയെ യൂസ് ചെയ്ത ആളെ അല്ല പറയണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ആസ് എ ലോയർ അതിനോട് എന്താ പറയാനുള്ളത്? പ്രതികൾക്ക് വേണ്ടിയിട്ടും അപ്പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും വക്കീലന്മാരുണ്ടാവും. വക്കീലന്മാർ ഉപയോഗിക്കുന്നത് അവരുടെ മുന്നിൽ വരുന്ന നിയമങ്ങളും അതേപോലെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും പല കാര്യങ്ങളുമാണ്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിട്ടില്ലെങ്കിൽ ലൂപ്പ് ഹോൾസ് അവിടെ കിടക്കുന്നുണ്ടാവും. സോ ആ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ചിട്ടായിരിക്കും അതിപ്പം എന്താ പറയുക, ഏതെങ്കിലും വ്യക്തി വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിടുന്നത്. സോ നമ്മളിപ്പം ആരെയാണ് ഇവിടെ കുറ്റം പറയേണ്ടത് വെച്ചാൽ കറക്റ്റ് ഇൻവെസ്റ്റിഗേഷനിൽ നടത്തേണ്ടത്, ടു ബി ഫ്രാങ്ക്. അതായത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ കറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പ്രോപ്പർ റിപ്പോർട്ടും എവിഡൻസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല ഒരു കേസിൽ നിന്ന് ഊരി വരാൻ പറ്റുക എന്ന് പറയുന്നത്. സോ അവിടെ പറ്റുന്നൊരു പോരായ്മ കൊണ്ടാണ്, അതാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ വക്കീലന്മാർ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നിയമങ്ങളെ യൂസ് ചെയ്യാൻ, നിയമം വളരെ സിമ്പിളാണ്, നിയമം വളരെ ക്ലിയർ ആയിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. അല്ലാതെ നിയമത്തിനെ എന്താ പറയുക വളച്ചൊടിക്കുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ്. ടു ബി ഫ്രാങ്ക്, പ്രോപ്പർ എവിഡൻസ് ഇല്ലെങ്കിൽ ആൾ എന്തായാലും വെറുതെ വിടും. അത് വക്കീലെന്ന് പറയും അവിടെ എവിഡൻസ് ഇല്ല എന്ന് പറയും. എവിഡൻസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കോടതികൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ ഏത് കേസും നിൽക്കില്ല എന്ന്. കാരണം നമ്മൾ പല കേസുകളും കാണുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ അല്ലാത്ത പല കേസുകളും കാണുന്നുണ്ട്. സോ പോലീസ് നീഡ് ടു ബി ലിറ്റിൽ ബിറ്റ് വിജിലന്റ്. ഈ ലൂപ്പ് ഹോൾസ് ആണ് പ്രശ്നം. വേറൊരു സംഭവം ഉണ്ട്, നമുക്ക് ഭയങ്കര പേഴ്സണലി ഡിസ്കസ് ചെയ്യാൻ, നമ്മൾ ഈ പോഡ്കാസ്റ്റിന്റെ അല്ലാതെ നമ്മൾ അതിന് മുന്നേ ഭയങ്കര ഡിസ്കഷൻ നടത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു ഈ അടുത്തൊരു ബോഡി ഷെയ്മിങ്ങിന്റെ കേസ്. മറന്നുപോയോ? ഞാനങ്ങ് രോക്ഷാകുലയായി പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ബോഡി ഷെയ്മിങ് ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരാളായതുകൊണ്ട് വേറെ ആരെ ബോഡി ഷെയ്ം, ഇപ്പം ഞാൻ അനുഭവിച്ചൊരു കാര്യമായതുകൊണ്ട് മാത്രമല്ല, ഇപ്പം നമ്മളൊരു ഇൻഫ്ലുവൻസർ ആണ്, നമുക്ക് പ്രിവിലേജ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള റെസ്പോൺസിബിൾ ആയിരിക്കണം ഉറപ്പായിട്ട്. അതിപ്പോൾ ഒരു 10,000 ഫോളോവേഴ്സ് ആയിക്കോട്ടെ, എനി എമൗണ്ട് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. ഇഫ് നമ്മളെ ഇൻഫ്ലുവൻസർ ആണെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ വി ഷുഡ് ബി റെസ്പോൺസിബിൾ. കാരണം ഈ ഓഡിയൻസ് ആണ് നമുക്ക് വ്യൂസ് തരുന്നതും നമ്മളുടെ ഇൻകം ഉണ്ടാക്കി തരുന്നതും എല്ലാം. അപ്പോൾ നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു ബാഡ് എക്സാമ്പിൾ മുന്നിലേക്ക് വെക്കുമ്പം അത് ഭയങ്കര ഇതാണ്. ദാറ്റ്സ് വൈ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കാര്യത്തിന് ഇത്ര ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. പുള്ളിക്കാരിയാണ് എന്നെ ബ്ലോക്കും ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ്, പിന്നെ ഇത്ര വലിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അല്ല, ആക്ച്വലി ആ ഇഷ്യൂ അതൊരു എന്താ പറയുക, ഒരു റിച്ച് പേഴ്സന്റെ മകനെയാണ് എന്താ പറയുക ബോഡി ഷെയ്മ് ചെയ്തത്. റിച്ച് പേഴ്സന്റെ മകനായിക്കോട്ടെ, സാധാരണക്കാരന്റെ മകനായിക്കോട്ടെ, ആരായിക്കോട്ടെ, മകനായിക്കോട്ടെ, മകളായിക്കോട്ടെ, ബോഡി ഷെയ്ം ചെയ്യാൻ ഇവിടെ ആർക്കും അധികാരം. മനുഷ്യരെ ബോഡി ഷെയ്ം ചെയ്യാൻ, അത് റിച്ചോ പൂവറോ ഒന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല, നിയമം കൃത്യമായിട്ട് അത് ഡിഫമേഷന്റെ പരിധിയിലേക്കൊക്കെ പോകും. പക്ഷെ ഡിഫമേഷനൊക്കെ നിയമം മാറ്റി വെക്കും. എന്തിനാണ് ഒരാളുടെ ശരീരഘടനയെ പറ്റി കളിയാക്കുന്നത്? അത് കളിയാക്കിയിട്ട് എന്താണ് നമുക്ക് ലഭിക്കുന്നത്?
ഇപ്പോൾ നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല, നമുക്ക് ഓരോ ഡിഫോമിലിറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തരും പിൻ പോയിന്റ് നടക്കില്ലല്ലോ പരിപാടി. ആളുകൾ ഇംപെർഫെക്റ്റ് ആണ്. ആ ഇംപെർഫെക്ഷൻ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ബോഡി ആക്ച്വലി എനിക്കും അത് വല്ലാത്തൊരു ഓരോ ഫീൽ ചെയ്യുക. കാരണം ബോഡി ഷേമിങ് പല ആംഗിളിലും ഞാനും കണ്ടിട്ടുണ്ട്. അതേപോലെ ഈവൻ ഞാൻ ഡൽഹിയിൽ ആണ് പഠിച്ചു വളർന്നത്. എന്നെ ചെറുപ്പത്തിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു LKG +1 സമയത്ത് അവിടുത്തെ ഹിന്ദിക്കാരി കുട്ടികൾ നമ്മളോട് പറയുന്നത് ഓ മദ്രാസി അല്ലെങ്കിൽ ഇണ്ട പൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്താ പറയുക, നമ്മളെ ഭാഷേനെ വെച്ച് കളിയാക്കുക. അപ്പം എനിക്കത് എത്രത്തോളം ഹേർട്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ചെറുപ്പത്തിൽ അറിയാം. ഞാനത് അടി ഉണ്ടാക്കാനൊക്കെ പോകുമായിരുന്നു. പക്ഷേ എന്നെ അവർ അടിച്ച് തള്ളിയിടും, കാരണം അവരെന്നെക്കാട്ടും വലിയ ആൾക്കാരായിരുന്നു. പക്ഷേ അത് എത്രത്തോളം എന്നെ ഫീൽ ആക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയല്ലേ ഈ ബോഡി ഷേമിങ് എന്നുള്ളത്. അപ്പം അത് വേണ്ട, അതൊരു തെറ്റായ സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. സോ ഐ തിങ്ക് ദാറ്റ് വീഡിയോ വെൻ സോ വെൽ. ഞാനിട്ട കമന്റിന് വരെ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ലൈക്ക്. ഞാനിട്ടൊരു കമന്റ് അതിൽ പോയിട്ടിട്ട് പുള്ളിക്കാരി എല്ലാവരും ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരുടെ പേരേ പറഞ്ഞിട്ടില്ല, ഞാൻ ആരെ പേരും പറഞ്ഞിട്ടില്ല. എക്സാക്ട്ലി, ഞാൻ ആകെ പറഞ്ഞത് ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. സിമ്പിൾ ആസ് ദാറ്റ്. അത് പുള്ളിക്കാർക്ക് എങ്ങനെ ഹേർട്ട് ചെയ്യുന്ന എനിക്കിപ്പോഴും അറിയാം. അല്ല, എന്തായാലും നവനീതിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഐ ഡോണ്ട് കെയർ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോൾ ഔട്ട് ചെയ്യപ്പെടുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിറ്റിസിസം എടുക്കാനും പഠിക്കണമല്ലോ. ഇപ്പൊ ബുള്ളിങ് ആണ് നടക്കുന്നതെങ്കിൽ പുള്ളിക്കാരിക്കും ലീഗലി പോകാമല്ലോ, അല്ലേ? നമ്മൾ ആരും ബുള്ളി ചെയ്യുമോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇന്നിപ്പോ പുള്ളിക്കാരിയെ കോൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അതൊരു എന്താ പറയാ, ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നവർക്കെതിരെ ഒരു നിയമം വരണം എന്നാണ് എനിക്കത് കണ്ടപ്പോൾ ആക്ച്വലി തെറ്റായ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ഇൻഫ്ലുവൻസർ അല്ല ക്രിയേറ്റർ ആണ് ടെക്നിക്കലി. അപ്പം നമ്മൾ ആക്ച്വലി കുറേ ഫോളോവേഴ്സ് ഉള്ള ആളുകളാണ്. ഇവരെല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ആഡഡ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ 200 മീറ്റർ പുറത്തൊരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹെൽമെറ്റ് ഇട്ടേ യാത്ര ചെയ്യും. ബിക്കോസ് ഞാൻ നിയമം പറയുന്ന ആള് ഹെൽമെറ്റ് ഇടാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാഡ് എക്സാമ്പിളാണ്. ഞാൻ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി സീബ്ര ക്രോസിങ്ങിലൂടെ മാത്രമേ ക്രോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. ബിക്കോസ് ഞാൻ ലീഗൽ കാര്യങ്ങൾ പറയുന്ന മനുഷ്യനാണ്. അതേപോലെ തന്നെ ആ വ്യക്തിയും അവരും ഭയങ്കരമായ രീതിയിൽ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരും റെസ്പോൺസിബിൾ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ആ റെസ്പോൺസിബിലിറ്റി എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യം. എന്നിട്ട് പറയുന്നത് വേറൊരു കാര്യം, അതായത് ഇപ്പോൾ വാർ നടക്കുവാണല്ലോ, വാറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചത്, എന്നാലേ ഇവിടേക്ക് അറ്റൻഷൻ വരുള്ളൂ എന്നുള്ള ഭയങ്കര ലീവായിട്ടുള്ള എക്സ്ക്യൂസസും കാര്യങ്ങളും. ഞാൻ അതിൻ്റെ പിന്നെ പോയിട്ടില്ല. എനിക്ക് എൻ്റെ ഒരു കാര്യം കൃത്യമായിട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു. ഓക്കെ, ഈ ബോഡി ഷെയ്മിങ്, ഡൊമസ്റ്റിക് വയലൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിയമപരമായിട്ട് തെറ്റാണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് ആളുകളിലേക്ക് എത്തുന്നത്. അത് കുറച്ചു മുന്നേ ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പം പലരുടെയും ജീവിതം നല്ലതായി മാറിയെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എനിക്കൊരു കോൾ വന്നതാണ്. 20 കൊല്ലമായിട്ട് ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന ഒരു സ്ത്രീ. അവർക്ക് ഒരു ആംഗിളും അറിയില്ലായിരുന്നു ഇതൊരു ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു എന്നുള്ളത്. ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്, എനിക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എല്ലാം മാറി. അപ്പോൾ അങ്ങനെ പല ഏരിയയിലും ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് സഹിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായ കാര്യങ്ങൾ, ചില ആളുകൾ വിചാരം പോലീസുകാർക്ക് നമ്മളെ വെറുതെ അടിക്കാനുള്ള അധികാരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ സാർ അങ്ങനെ അടിച്ചുകൂടെ, അങ്ങനെ നിർത്തി അടിച്ചുകൂടെ, അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞോട്ട് സി അതൊക്കെ ഇല്ലീഗലാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ചിലപ്പം വളരെ ബേസിക് ആയിട്ട് കാര്യമായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക, അപർണയ്ക്ക് അറിയുണ്ടാവും, പക്ഷെ വേറെ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അത് എത്തുമ്പോഴത്തേക്ക് ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവൻ പ്രതികരിക്കും. അവൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഈ ഇല്ലീഗൽ കാര്യം ചെയ്യുന്ന ആൾ ഇനി അത് ചെയ്യുന്നതിന് മുന്നേ 2 വട്ടം ആലോചിക്കും. സോ ടെക്നിക്കലി സൊസൈറ്റിയിൽ ഭയങ്കര മാറ്റം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ മാറ്റം ഉണ്ടാവട്ടെ. പക്ഷെ കുറച്ച് നേരത്തെ വേണമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് സമയമുണ്ടല്ലോ. അതെ, ഇനി മാറി വരുന്നുണ്ടല്ലോ. എല്ലാ രീതിയിലും സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നാമത് നല്ല ലിറ്ററസിക്ക് ഭയങ്കരമായിട്ട് പേരുകേട്ട സ്ഥലമാണല്ലോ കേരളം. അപ്പോൾ കേരളത്തിൽ എന്തായാലും ആ ഒരു എഡ്യൂക്കേഷന് പ്രാധാന്യം ഉള്ളത് കൊണ്ടെല്ലാം മാറി വരും. പക്ഷെ കേരളത്തിൽ ലിറ്ററസി അത്യാവശ്യം കാര്യമായിട്ടുണ്ടെങ്കിൽ പോലും ചേഞ്ചസിന് അത്ര പെട്ടെന്ന് അഡാപ്റ്റ് ആവുന്നില്ല കേരളം എന്ന് തോന്നിയിട്ടുണ്ട് പല സിറ്റുവേഷനിലും. അല്ലെങ്കിൽ മാറ്റങ്ങളിൽ അത്ര അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഷുഡ് ചേഞ്ച്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ കേരളത്തിലുള്ളവർക്കൊക്കെ എഡ്യൂക്കേഷൻ കിട്ടിയതുകൊണ്ട് ദേ ആർ സോ ക്യൂരിയസ്. അതായത് എന്തിനിപ്പോൾ ഈ മാറ്റം വേണം എന്നൊരു ആ ചോദ്യം നല്ലതാണ്. പക്ഷെ ആ ചോദ്യം വെച്ചിട്ട് അതിൻ്റെ ആൻസർ കറക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ മാറ്റം നല്ലതാണോ ചീത്തയാണെന്ന്. മാറ്റം നല്ലതാണെങ്കിൽ ലെറ്റ്സ് ഗോ വിത്ത് ദാറ്റ്, സിമ്പിൾ. ഓവർ പ്രോഗ്രസീവ്നെസ്സും കുഴപ്പമാണ്, അണ്ടർ പ്രോഗ്രസീവ്നെസ്സും കുഴപ്പമാണ്. പക്ഷെ അതൊരു ന്യൂട്രലി കൊണ്ടുവരാൻ എല്ലാവരും കൂടി കിടന്ന് ശ്രമിക്കുകയാണെന്നാണ് എനിക്ക് പൊതുവേ ഇപ്പോൾ ഉള്ളൊരു ഫേസ് കണ്ടിട്ട് തോന്നുന്നത്. എല്ലായിടത്തും ഓരോ ഫേസിലൂടെ. പക്ഷേ എൻ്റെ അഭിപ്രായ പ്രകാരം ഞാൻ പല സ്റ്റേറ്റുകളും താമസിച്ച വ്യക്തിയാണ്.
ദ ബെസ്റ്റ് സ്റ്റേറ്റ് ടു ലിവ് ഇൻ ഇന്ത്യ ഇറ്റ്സ് കേരള. അതെ, അതൊരു സംശയം ഡെഫിനറ്റ്ലി. പ്രത്യേകിച്ച് കൊച്ചി എനിക്കറിയില്ല. ഞാൻ അധികം സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല, പക്ഷെ പൂനെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ താമസിച്ചത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് കൊച്ചിയെക്കാളും വേറെ ഒരു ഓപ്ഷൻ ഞാൻ ആരോടും പറയത്തില്ല. എനിക്ക് ഇവിടുന്ന് പോവുകയും വേണ്ട, അങ്ങനെയുള്ളൊരു സംഭവം. ഞാൻ ആക്ച്വലി ഒരു ഡിസ്ട്രിക്റ്റിനെ പറ്റി പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു സിറ്റിയെ പറ്റി പറയുന്നില്ല, പക്ഷെ കേരളത്തിന് എത്ര പൊട്ടൻഷ്യൽ ഉള്ള വേറെ സ്റ്റേറ്റ് ഇപ്പം ഇന്ത്യയിൽ വേറെ എവിടെയില്ല. ആൻഡ് ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റാത്തത് ഇറ്റ്സ് എ സാഡ് തിങ്. കാരണം നല്ല പോസിബിലിറ്റി ഉണ്ട് കേരളത്തിൽ, കാരണം അത്രത്തോളം ടാലൻ്റ് ആൾക്കാരാണ്. ഇവർക്കൊക്കെ പ്രോപ്പർ ജോബ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് കേരള വിൽ ചേഞ്ച്. കേരളം നല്ല മുന്നിലാണ്, എത്രയോ മുന്നിലെത്താൻ സാധിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് ശരിയാ. പക്ഷേ കേരളത്തിന്റെ എക്കോണമിയും കൂടി ഒന്ന് സ്ട്രോങ് ആവാനുണ്ട്. മേ ബി അതായിരിക്കും. മേ ബി ഐ തിങ്ക് പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ശരി, ഗവൺമെൻറ് ആണെങ്കിലും ശരി, ഇറ്റ്സ് ടൈം ടു റീതിങ്ക്. എങ്ങനെയാണ് അവർ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളത്, അതൊന്ന് ചിന്ത ഒന്ന് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ ടൂറിസം സെക്ടറിന് എത്ര സാധ്യതകളാണുള്ളത്. ഈവൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ നാട് കൊയിലാണ്ടി ഉള്ളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കോഴിക്കോട്. ആ നാട്ടിലേക്ക് ഞാനൊരു ഫോറിനറെ കൊണ്ടുവരികയാണെങ്കിൽ എനിക്കൊരു 4 സ്ഥലമെങ്കിലും ഒരു ദിവസം 2 ദിവസം കാണിക്കാനുണ്ടോ, ഒറ്റ ഗ്രാമത്തിലെ കാര്യമാണ് പറഞ്ഞത്. ഇനി എൻ്റെ കോഴിക്കോട് ഞാൻ ആളെ കൊണ്ടുവരികയാണെങ്കിൽ കോഴിക്കോട് എനിക്ക് 2-3 ദിവസത്തേക്ക് ആൾക്കാരെ കാണിക്കാനുള്ള സ്ഥലം എനിക്ക് കോഴിക്കോടുണ്ട്. അങ്ങനെ എത്ര ജില്ലകളുണ്ട്, എത്ര സ്ഥലങ്ങളുണ്ട്. ഇത്രയ്ക്ക് ടൂറിസത്തിന് പറ്റിയ സ്ഥലം വേറെ എവിടെയാണുള്ളത്? പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എത്ര ടൂറിസ്റ്റ് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് വരാത്തത്, വാട്ട് ഈസ് ദ പ്രോബ്ലം, അതിനുള്ള സൊല്യൂഷൻ അല്ലേ വേണ്ടത്. ഐ തിങ്ക് നമ്മുടെ ടൂറിസം മിനിസ്റ്ററും അതേപോലെ തന്നെ ഗവൺമെൻറ്റും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. ആൻഡ് നമ്മൾ ആസ് എ പേഴ്സൺ, അല്ലെങ്കിൽ നമ്മൾ ആസ് എ കേരള പീപ്പിൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അത് ശരിയാ. നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ പുറത്തെ രാജ്യത്ത് പോകുന്നതാണല്ലോ. അതെ, അത് മാറ്റി എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ. അതെ, വരുത്തിക്കണം. അത് പറ്റും. ഇറ്റ്സ് പോസിബിൾ. വിഷനുള്ള ആൾക്കാർ വന്നാൽ മതി. ഇറ്റ്സ് പോസിബിൾ. എനിക്കറിയാം കോർപ്പറേറ്റ് ലോയർ ആണെന്ന്, പക്ഷെ എന്നാലും ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ പല സിനിമകളൊക്കെ കാണുമ്പം അങ്ങനെ ഒരു വക്കീലുണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇന്ന ആൾ രക്ഷപ്പെട്ടത് എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ചില വക്കീലന്മാരുടെ നിസ്സഹായാവസ്ഥ ഇപ്പം നേരിൽ തന്നെയാണെങ്കിലും, നമ്മുടെ റീസെൻ്റ് എക്സാമ്പിൾ എടുക്കുന്നേ ഉള്ളൂ. ഇപ്പം ലാലേട്ടനെ പോലെ ഒരു വക്കീൽ വന്നതുകൊണ്ട് മാത്രമാണ് അനശ്വര എന്നുള്ള ആളുടെ ക്യാരക്ടറിന് ജസ്റ്റിസ് കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം പറ്റിയത്. അപ്പോൾ ഈ അങ്ങനെയുള്ള നിസ്സഹായരായിട്ടുള്ള ക്ലയൻസിനെ മീറ്റ് ചെയ്യേണ്ടി എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ കോൾസ് ആണെങ്കിൽ പോലും വന്നിട്ടുണ്ടോ? എത്രയോ നിസ്സഹായരായ ക്ലയൻസ് അല്ല, നിസ്സഹായരായ മനുഷ്യരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, കയ്യിൽ ഒരു 5 പൈസ എടുക്കാനുണ്ടാവില്ല. അവർ വലിയൊരു ബുദ്ധിമുട്ടിലായിട്ടുണ്ടാവുക, അവരെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ അവസ്ഥയിൽ കൂടെ ഒരു വക്കീൽ വേണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന കുറേ ആൾക്കാരുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി അവരെനിക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഫ്രീ ലീഗൽ എയ്ഡ് നമ്മുടെ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കാരണം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഫ്രീ ലീഗൽ എയ്ഡ് ഉണ്ട്, ഈ പറഞ്ഞ SC/ST കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് ഫ്രീ ലീഗൽ എയ്ഡ് ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഇവിടെ എന്താ പറയുക, ഫ്രീ ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അത് അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അത് അവർക്ക് ഭയങ്കര ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. പിന്നെ കുറേ ആക്ച്വലി കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നതിന് ശേഷം, ലീഗൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണല്ലോ ഞാൻ, നിസ്സാരായ കുറേ ആളുകളെ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഞാൻ മെസ്സേജ് വായിക്കാറുണ്ട്. സങ്കടവും, ചില സിറ്റുവേഷൻ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളെ നാട്ടിൽ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ആൻഡ് അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീം. അത് തന്നെയാണ്. ഈ എന്താ പറയുക, നീതി നിഷേധിക്കപ്പെടുന്ന കുറേ പാവപ്പെട്ടവരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ഒരു ലീഗലായിട്ടുള്ള അവർക്ക് ഹെൽപ്പും കാര്യങ്ങളും, ആൻഡ് അത് ഒരു പരിധിവരെ ലീഗലായിട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ അവരെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതിന് വേറെ രീതിയിലേക്ക് പോകേണ്ടതുണ്ട്. ഹോപ്പ്ഫുള്ളി ആ രീതിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഐ നീഡ് ടു ബ്രിങ് സം ചേഞ്ച്. അത് ഉള്ളിൽ വലിയൊരു ആഗ്രഹമാണ്. കാരണം നമ്മൾ ഈ ആളുകൾ, ഫോർ എക്സാമ്പിൾ ഞാൻ ബാക്കിയൊരു MLA അല്ലെങ്കിൽ MP പോലെ ഞാൻ കാണുന്നുണ്ട് ആൾക്കാർ, അവരുടെ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ബിക്കോസ് ഞാനൊരു മറ്റേ ടൈപ്പ് ഓഫ് ക്രിയേറ്റർ അല്ലല്ലോ, അതായത് ഫൺ എൻ്റർടൈൻമെൻറ്റ് അല്ലല്ലോ, ഇറ്റ്സ് എ ലോ അല്ലേ. അപ്പോൾ ഐ ആം സീയിങ് ദാറ്റ് ആൻഡ് ലെറ്റ്സ് സീ മാറും പ്രതീക്ഷിക്കുന്നു. നോക്കട്ടെ. എപ്പോഴെങ്കിലും അങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യപ്പെടാൻ പറ്റാതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്? എത്രയോ തവണ. കാരണം ഇപ്പം ഞാൻ അത്ര ഒരു സംഭവമൊന്നുമല്ല. ഐ എം എ ലോയർ, ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്ക് പരിമിതികളുണ്ട്. ഞാൻ എന്താ പറയുക, സൂപ്പർമാനോ അല്ലെങ്കിൽ മിന്നൽ മുരളിയോ ഒന്നും അല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. എനിക്ക് ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് പല ആളുകളെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ശരി, എൻ്റെ മാക്സിമം ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അറിയില്ല, എനിക്ക് ഓരോ മിനിറ്റിലും ഓരോ മെയിൽസാണ് വരിക. ലീഗൽ ക്വറീസ് അയക്കാം, ലീഗൽ സംശയങ്ങൾ അയക്കാം, ഹെൽപ്പ് ആയിരിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ഓരോ മിനിറ്റിലും 2-3 മെസ്സേജുകൾ വരുന്നൊരു പ്രൊഫൈലാണ് എൻ്റേത്. അപ്പം അത്രത്തോളം ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഇതിൽ എനിക്ക് ചിലപ്പോൾ എന്താ പറയുക, ഒരു ദിവസം ഒരു 10 മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല, 2 മെയിലിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ, ബാക്കി അത്രത്തോളം വെറുതെ വിടുകയാണ്. അപ്പോൾ ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള, ഈ മെയിലിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു മെക്കാനിസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനൊരു സൂപ്പർമാൻ ആയി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഒരു വർക്കിലാണ്,
ഹോപ്പ്ഫുള്ളി നടക്കട്ടെ. അതെ, ഓരോ സിനിമകളൊക്കെ കാണുമ്പം ചിന്തിക്കുന്ന അങ്ങനെ ഇപ്പം മറ്റേ ക്വീൻ സിനിമയിൽ സലീം കുമാർ വന്ന റോളൊക്കെ ഭയങ്കര, അതായത് സ്ത്രീകൾ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, എല്ലാ മനുഷ്യർക്കും ഈക്വലി, പക്ഷെ സ്ത്രീകളാണ് കുറച്ചും കൂടി എന്താ പറയുക, ഇപ്പോഴല്ലേ അവർക്ക് കുറച്ചും കൂടി ഒരു എക്സ്പോഷർ കിട്ടി, അവർക്ക് അവരുടേതായ ഒരു കാലിൽ നിൽക്കാനൊക്കെയുള്ളൊരു പൊസിഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈംസ് കൂടുതലാണ് കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ. അപ്പോൾ എന്താ പറയുക, എനിക്ക് സ്ത്രീകളെ ഒരിക്കലും വീക്കാണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ എന്തുകൊണ്ടോ ഈ ക്രൈംസിൻ്റെ റേറ്റ് അവർക്കെതിരെയുള്ളതാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അനിയത്തിയുണ്ട്, അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കൈ കിട്ടുന്ന സാധനം എന്തെങ്കിലും എടുത്തിട്ട് പെരുമാറിക്കോണം, സെൽഫ് ഡിഫെൻസാണ്, പേടിക്കരുത്. കാരണം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അത്രേ അറിയുള്ളൂ. പക്ഷേ അതിൽ കൂടുതൽ എനിക്ക് അറിയാമെങ്കിൽ എനിക്ക് അവളോട് കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കാം. മനസ്സിലായോ? അത് ശരിക്കും നിയമം അറിയുന്നത് കൊണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ സെൽഫ് ഡിഫെൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത് സിനിമകളിൽ കൂടി മാത്രം, അല്ലാതെ എന്നോട് ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. സിനിമകൾ കണ്ടിട്ടാണ് ഇത് സെൽഫ് ഡിഫെൻസ് ആണ് എന്ന് വരുന്നത്. അപ്പോൾ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാറുമുണ്ട്. എല്ലാം കറക്റ്റ് പറഞ്ഞു. ഇത് ആക്ച്വലി രണ്ട് സൈഡും ഉണ്ട്. അതായത് ഈ പറയുന്ന നിയമത്തിന്റെ രണ്ട് സൈഡുകളുണ്ട്. ഈ വീക്കായിട്ട് പെടുന്ന സ്ത്രീകൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനാണ് നിയമങ്ങൾ എന്ന് പറയുന്നത്. ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ആ നിയമങ്ങളെ വളച്ചൊടിച്ചിട്ട് ആണുങ്ങൾക്കെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രണ്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതിനർത്ഥം ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ ഒഴിവാക്കണം എന്നല്ല, അതിന് വേറെ സൊല്യൂഷൻസ് ഉണ്ടാവും. പക്ഷേ ഇപ്പോഴും ഞാൻ അഗ്രി ചെയ്യുന്നൊരു കാര്യമാണ്, ഡൊമസ്റ്റിക് വയലൻസ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. അതേപോലെ പല ഹീനിയസ് ക്രൈമിൻ്റെയും അപ്പുറത്തെ സൈഡിൽ വിക്ടിംസായി കിടക്കുന്നത് സ്ത്രീകളാണ്. അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ആൻഡ് അവർക്ക് പ്രോപ്പർ നീതി നമ്മുടെ നാട്ടിൽ കിട്ടണം, അതിൽ സംശയം വേണ്ട. അതേപോലെ തന്നെ വളരെ ചെറിയ പെർസെൻറ്റേജിൽ പോലുമെങ്കിലും ആണുങ്ങളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് സ്പെഷ്യലായിട്ട് നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, റൈറ്റ്, ഫോർ എക്സാമ്പിൾ ഡൊമസ്റ്റിക് വയലൻസ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ക്രൈം ആയിക്കോട്ടെ. അപ്പം ഞാൻ അതിനെപ്പോഴും സജസ്റ്റ് ചെയ്യാറ് ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ വരണമെന്നാണ്. അത് വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും നീതി കിട്ടും. അതായത് ആരാണോ വിക്ടിം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ, അവർക്ക് നീതി കിട്ടും. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് അൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ പറഞ്ഞ പോയിന്റായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഒരു കോയിന് രണ്ട് വശങ്ങൾ ഉണ്ടാവുന്ന പോലെ എല്ലാത്തിലും ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഈ ആൺകുട്ടികളിലും ഒരുപാട് ശരിക്കും ഈ സെക്ഷൽ അസോൾട്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ ആരും മുന്നിലേക്ക് വരുന്നില്ല. കാരണം അവരെയും സപ്രസ് ചെയ്യുന്നുണ്ട് ഇമോഷണലി ഭയങ്കരമായിട്ട്. അതായത് നിങ്ങൾ ഭയങ്കര ആണുങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയി, ഇതിനൊക്കെയാണോ ആണുങ്ങൾ കരയുന്നത്, ഇതൊക്കെ വലിയ ഇഷ്യൂ ആണോ, അങ്ങനെയൊക്കെയാ. അതായത് ആണുങ്ങളെയും മൊളസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് എനിക്ക് അറിയുന്നവരൊക്കെ തന്നെ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ, ഒരു പെണ്ണിനെയാ ചെയ്തിരുന്നെങ്കിൽ അത് ശരിക്കും അയ്യോ ആണോ അങ്ങനെയൊക്കെ പറ്റിയോ, അങ്ങനെയുള്ള റിയാക്ഷൻ ആളുകൾ വരുന്നത്. മറ്റേത് നേരെ തിരിച്ചു അയ്യോ അങ്ങനെയൊക്കെ, ആ ഒരു റിയാക്ഷനാണ് വരുന്നത്. അപ്പം അത് മാറിയാലേ ഇവർക്കെതിരെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു പൊതുവേ ആളുകൾ അറിയുകയുള്ളൂ, അതിനുള്ള നിയമങ്ങൾ വരുള്ളൂ. ഇതൊക്കെ ഓൾറെഡി ചിലപ്പോൾ നിയമങ്ങൾ ജെൻഡർ കാണും. അതായത് ആര് സെൽഫ് ഡിഫെൻസ് ചെയ്താലും, ആർക്ക് എതിരെ ഒരു സെക്ഷൽ അസോൾട്ട് വന്നാലും അവർക്കും നിയമം സെയിം ആണല്ലോ, പെണ്ണാണെങ്കിലും ആണാണെങ്കിലും. പക്ഷേ ഈ പുറത്തോട്ട് വരാത്രത്തോളം കാലം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരാൾ വന്നാലേ അടുത്ത ആൾക്ക് വരാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ഹസ്ബൻഡ് ഡൊമസ്റ്റിക് വയലൻസിന് ഇരയാകുമ്പോൾ വിചാരിക്കുക, വൈഫ് ദിവസവും ഹസ്ബൻഡിനെ അടിച്ച് ഹസ്ബൻഡ് വല്ലാത്തൊരു അവശ നിലയിലാണ്. എൻ്റെ ഈ ഹസ്ബൻഡ് അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത പോലീസുകാർ നീ എന്തൊരാണ് ഈ ചോദ്യം ചോദിക്കുക. അപ്പം അവൻ കരയുകയാണെങ്കിൽ ആണുങ്ങൾ കരയോ, അതോടുകൂടി അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ തിരിച്ച് വീട്ടിലേക്ക് പോയി ഈ സംഭവം പിന്നെയും അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. അത് മാറണമെങ്കിലാണ് ആ നിയമം വരുന്നത്. അതായത് ഡൊമസ്റ്റിക് വയലൻസിൽ ഇപ്പം അൺഫോർച്ചുനേറ്റ്ലി വുമണിന് മാത്രം സപ്പോർട്ടിംഗ് ആയിട്ടാണ് ആ നിയമമുള്ളത്. അത് മെന്നും കൂടി സപ്പോർട്ടിംഗ് ആ നിയമങ്ങൾ വന്നാൽ മാത്രമേ ഇവരെ പോലെയുള്ള ആളുകൾക്ക് നീതി ലഭിക്കുകയുള്ളൂ. സോ മെൻ ഓൾസോ സഫർ, അവരും അനുഭവിക്കുന്നുണ്ട്, അവരും വിക്ടിംസ് ആണ്. എപ്പോഴും സമൂഹം മെന്നിനെയാണ് എന്താ പറയുക വില്ലൻ എന്ന ലേബലിൽ കൊടുക്കുന്നത്. അത് ശരിയല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ, ആണുങ്ങളിലും ഹീറോസ് ഉണ്ട്, ആണുങ്ങളിലും വില്ലൻസ് ഉണ്ട്, സ്ത്രീകളിലും ഹീറോസ് ഉണ്ട്, വില്ലത്തിമാരും ഉണ്ട്. സോ അത്രയേ ഉള്ളൂ. സോ ഐ തിങ്ക് അതൊരു മാറ്റം കൊണ്ടുവരേണ്ട സമയമായിരിക്കുന്നു. എന്നാൽ മാത്രമേ നീതി എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. ദാറ്റ്സ് മൈ പോയിന്റ്. നമ്മൾ റീസെൻ്റ്ലി ഒരു വൈറലായൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ ഒരു അമ്മൂമ്മയെ അടിക്കുന്നതും. അത് ഭയങ്കര ഡൊമസ്റ്റിക് വയലൻസ്. അതായത് അമ്മായിയമ്മ ആയിക്കോട്ടെ അമ്മൂമ്മ ആയിക്കോട്ടെ, അതൊക്കെ വീഡിയോ ആയിട്ട് വന്നതുകൊണ്ടാണ് ആളുകൾ വിശ്വസിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ എന്തിനാ മരുമോളെ കുറ്റക്കാരിയാക്കി പറയുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം ചിന്തിക്കുമ്പോൾ പണ്ട് ആർക്കും നീതി കിട്ടുന്നില്ലായിരുന്നു. അപ്പം വുമൺ സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് ഫോർ ദെയർ റൈറ്റ്സ്.
അങ്ങനെ 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 വന്നിപ്പം ദേ ആർ ഗെറ്റിംഗ്, എനിക്ക് തോന്നുന്നൊരു പോയിന്റ് എത്തി. ലൈക്ക് ഇപ്പോഴും കിട്ടാത്ത ഒത്തിരി സ്ത്രീകളും ഒത്തിരി മനുഷ്യന്മാരുണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ എല്ലാത്തിനെയും സ്ത്രീ പുരുഷൻ എന്ന് കാണുന്നതിന് പകരം മനുഷ്യൻ എന്നുള്ള രീതിയിൽ കണ്ട് എല്ലാത്തിനും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റം വരും. ഈ വുമൺ സെൻട്രിക് ലോസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയോ? അതായത് പണ്ട് കാലത്ത് വുമൺ ഒരു ഈക്വൽ ആയിട്ട് ആരും കണക്കാക്കിയിരുന്നില്ല. അവരായിരുന്നു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളും ഏറ്റവും കൂടുതൽ യാതനകളും ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇല്ലീഗൽ കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് എല്ലാം അവരാണ് വരാറുള്ളത്. അവരായിരുന്നു വിക്ടിംസ്. സോ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മുടെ രാജ്യത്തായിക്കോട്ടെ ഇന്റർനാഷണൽ ലെവലായിക്കോട്ടെ ഈ നിയമങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോഴും ഈ ദിവസം ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് വരെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് അവരെ ഹെൽപ്പ് ചെയ്യുന്ന നിയമങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എടുത്തു കളയാൻ ഒറ്റയടിക്ക് എടുത്തു കളയാൻ പറ്റില്ല. അത് പ്രശ്നമാണ്, അതിനാവശ്യമില്ല. അപ്പോൾ അതിന് പകരം വേണ്ടത് അവിടെ ഒരു മെൻ വിക്ടിം ആവുന്നുണ്ടെങ്കിൽ അവൻ്റെ പ്രശ്നം കേട്ട് അവന് സൊല്യൂഷൻ കൊടുക്കുന്ന നിയമങ്ങൾ കൂടി വന്നാൽ മാത്രം മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം സോർട്ടഡ്. പ്രശ്നമായിട്ട് ആരും പറയുന്നില്ല, നമ്മളാണ് ഇത്ര ഇൻഡെപ്തിൽ ആലോചിക്കുന്നത്. കാരണം അത് ഞാൻ പറയുന്നത് എല്ലാവരും പുറത്തോട്ട് വരണം, പെണ്ണോ ആണെന്നൊന്നുമില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരിക. ഞാൻ ശരിക്കും എപ്പോഴും എന്താ പറയുക ഒരുപാട് സിനിമകളൊക്കെ കാണും, ഈ റേപ്പും അങ്ങനത്തെ ഒരുപാട് അങ്ങനത്തെ കോണ്ടന്റ് ഉള്ള സിനിമകൾ കാണുമ്പോൾ എപ്പോഴും എനിക്കത് സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. എല്ലാവരും അങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്. ഇപ്പോൾ ആൺകുട്ടികൾ ചിലപ്പോൾ എൻ്റെ പെങ്ങൾക്കോ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയായിരിക്കും അവർ ചിന്തിക്കുക ചിലപ്പം. കാരണം മെന്നിനെതിരെയുള്ള ക്രൈംസ് കാണിക്കുന്നത് കുറവായ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇപ്പം നിയമപരമായിട്ട് എനിക്ക് നീതി കിട്ടിയാലും എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ മെൻ്റൽ ഹെൽത്ത് എനിക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങൾ സ്ട്രോങ് ആകുന്തോറും ആളുകൾക്ക് ഇതിനോടുള്ള ഭയം കൂടും. അപ്പോൾ ഈ ക്രൈംസ് ചെയ്യാനുള്ളൊരു ലെവല് കുറയും എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിക്ടിംസ് ആവുന്നവർ മാത്രമല്ല നിയമം അറിഞ്ഞിരിക്കേണ്ടത്, ഈ വില്ലൻസ് ആയിട്ടുള്ളവരും അറിഞ്ഞിരിക്കണം. കാരണം നീ ഇത് ചെയ്താൽ നിനക്കുള്ള പണി കിട്ടും എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്നാലല്ലേ, കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റേ പണ്ട് ഏതൊരു ശുപ്പാണ്ടിയുടെ എന്തോ കഥ വായിച്ചിട്ടുണ്ട്, മുതലാളി മോനെ അടിച്ചിട്ട് വിടുന്നു. അപ്പോൾ എന്തിനാ ഇപ്പോഴേ അടിക്കുന്നത്? അല്ല, അവൻ പോയിട്ട് ഇത് നശിപ്പിച്ചിട്ട് വന്നിട്ട് അടിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇപ്പോഴേ അങ്ങ് അടിച്ചു വിടാം, അപ്പോൾ അവന് ആ ഭയം ഉണ്ടാകും എന്നുള്ളൊരു സംഭവം. അപ്പം അങ്ങനെ ചിന്തിക്കുന്നത് എന്ത് തോന്നുന്നു അതിനോടുള്ളൊരു കാഴ്ചപ്പാട്? ഈ ആക്ച്വലി നമ്മളിപ്പോൾ ലീഗൽ ഇൻഫർമേഷൻസ് പബ്ലിക്കിലേക്ക് പോകുമ്പം ഇത് രണ്ട് ഓഡിയൻസിലേക്കും പോകുന്നുണ്ട്. വിക്ടിംസിലേക്കും പോകുന്നുണ്ട്, പിള്ളമാരുടെ അടുത്തേക്കും പോകുന്നുണ്ട്. അത് രണ്ടും നല്ലത് തന്നെയാണ്. അതായത് ഇത് ഞാൻ ആക്ച്വലി ഇടയ്ക്ക് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രഗ്സ് യൂസ് ചെയ്യാനോ സെൽ ചെയ്യാനോ ഷെയർ ചെയ്യാനോ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ പറയുമ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഈ എന്താ പറയുക വിക്ടിംസിന് മാത്രമല്ല, ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് ഈ പരിപാടി ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഇതിൻ്റെ പ്രശ്നം ഇതാണ് മക്കളെ, പരിപാടി ചെയ്ത് നിർത്തിക്കോ എന്നുള്ളത്. അതൊരു ഭീഷണിയല്ല, ഇറ്റ്സ് എൻ ഇൻഫർമേഷൻ, ഇറ്റ്സ് എ വെരി സീരിയസ് ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത്. സോ രണ്ട് രീതിയിലും പോയാലേ കാര്യം നടക്കും. ആൻഡ് പല ആളുകളെയും വിചാരമുണ്ട് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ വളരെ വീക്കാണ്, ഒരു വസ്തുവിന് കൊള്ളില്ല, ഇതൊക്കെ മാറ്റേണ്ട സമയമായിരിക്കുന്നു. ചില നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, പക്ഷേ മെജോറിറ്റി നിയമങ്ങളും അടിപൊളിയാണ്, പെർഫെക്റ്റ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി സിസ്റ്റം ശരിയല്ല. അതായത് കൃത്യമായ നിയമം നടപ്പിലാക്കുന്നില്ല. സ്ലോ ആവുമ്പോൾ ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു, ആ നിയമത്തിലുള്ള വിശ്വാസം കുറയുകയാണ് ചെയ്യുന്നത്. നിയമം പേപ്പറിൽ ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ പാളിപ്പോവാണ്. അപ്പം ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ എന്താണ് പാടുന്നതെന്ന് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഗവൺമെൻറ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ, ഇറ്റ്സ് ടൈം ടു തിങ്ക് ആൻഡ് എന്താ പറയുക പ്രോപ്പറായിട്ട് നിയമങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. പ്രശ്നം സോർട്ട് ഔട്ട് ആവുന്ന വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ കോർപ്പറേറ്റ് ലോയർ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഇപ്പോൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്ത, എന്നാൽ ഇതൊക്കെ ഭയങ്കര ഓപ്പണായിട്ടുണ്ട് നിങ്ങൾ കാണാത്തതാണെന്ന് അങ്ങനെ പുറത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ലോ ഉണ്ടോ? അല്ല, ഇപ്പം ഏകദേശം കോർപ്പറേറ്റിലൊരു ഗുണം എന്താ വെച്ചാൽ അവിടെ എംപ്ലോയിക്കും എംപ്ലോയേഴ്സിനും അവരുടെ റൈറ്റ് ഏകദേശം കൃത്യമായ രീതിയിൽ അറിയണം. ഫോർ എക്സാമ്പിൾ, സ്ത്രീകൾക്ക് ഈ പറയുന്ന പ്ലേസിൽ വർക്ക് പ്ലേസിൽ സെക്ഷൽ ഹറാസ്മെൻറ്റ് നേരിട്ടാൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോഷ് ആക്ട് എന്ന് പറയുന്ന നിയമമുണ്ട്. അത് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഏകദേശം എല്ലാ കമ്പനികളിലും അറിയുന്നുണ്ട്. സോ അതൊരു പ്രശ്നമല്ല. പിന്നെ ബുദ്ധിമുട്ട് വരുന്ന ഈ സാലറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു എംപ്ലോയി ഈ പറഞ്ഞ കമ്പനി വിട്ടു പോകുന്ന സമയത്ത് അവർ സാലറി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയുള്ള സാലറി പിടിച്ചു വെക്കുന്നു, 5, 6, 7, 8 മാസം കഴിഞ്ഞിട്ട് പോലും പൈസ കൊടുക്കാണ്ടാകുമ്പം പല ആളുകളും സഹിച്ച് വീട്ടിലിരിക്കാറാണ് പതിവ്. അവർക്ക് അടുത്തുള്ള ലേബർ ഇൻസ്പെക്ടറിന് പോയിട്ട് പരാതി കൊടുക്കാം. ഇനി അവരുടെ ഡെസിഗ്നേഷൻ അനുസരിച്ച് ലേബർ കോർട്ടിൽ പോവുക അല്ലെങ്കിൽ സിവിൽ കോർട്ടിൽ പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സാലറിയും അതിൻ്റെ കോമ്പൻസേഷനും അവർക്ക് കിട്ടും എന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് പല ആളുകളും ഇന്നും നമ്മുടെ എംപ്ലോയി കോർപ്പറേറ്റ് സ്പേസിൽ ഒരു കമ്പനി വിട്ടതിന് ശേഷം ഇപ്പോഴും സഹിച്ചിരിക്കുകയാണ്, സാലറിക്ക് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കളിക്കുകയാണ്. അവരുടെ നിയമം കൃത്യമായ രീതിയിൽ യൂസ് ചെയ്താൽ മാത്രം മതി. അതേപോലെ ചില എംപ്ലോയീസ്
എംപ്ലോയേഴ്സ് അവർ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഒന്നും കൊടുക്കാതെ സംഭവം നടക്കാറുണ്ട്. അത് പാവപ്പെട്ട സ്ത്രീകൾ അറിയാത്തത് കൊണ്ടാണ്. അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സോർട്ട് ഔട്ട് ആവും. പക്ഷേ ആ ലെവലിൽ ഐ ഫീൽ ദാറ്റ് കുറച്ചുകൂടി നിയമങ്ങൾ കോർപ്പറേറ്റിലേക്ക് എത്തണം. പക്ഷേ സാധാരണ ലെവലിൽ നിന്നും കോർപ്പറേറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കോർപ്പറേറ്റിൽ കുറച്ചുകൂടി നിയമങ്ങൾ ആൾക്കാർക്ക് അറിയാം, പക്ഷേ ഫുള്ളായിട്ട് അറിയില്ല, അത്രയേ ഉള്ളൂ. ഈ കോർപ്പറേറ്റിലൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് ഇവിടുത്തെ ഇങ്ങനെ കുറേ റൂൾസ് ഉണ്ട്, നിങ്ങൾക്ക് കുറച്ച് പ്രിവിലേജസ് ഉണ്ട്, ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഭയങ്കര ബോറിംഗ് സെഷൻസ് നടത്തുന്നത് കൊണ്ട് ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാതെ അതിന് സൊല്യൂഷൻ ഞാൻ പറയട്ടെ. കോളേജ് ലെവലിൽ പഠിപ്പിച്ചാൽ പോരെ. നിങ്ങളൊരു വർക്ക് പ്ലേസ് പോയി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം നിയമങ്ങൾ. പ്രശ്നം തീർന്നില്ലേ? ഈ സ്കൂൾ ലെവലിൽ ബേസിക് നിയമങ്ങൾ പഠിപ്പിക്കുക, അതായത് എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടന, അവിടെ നിങ്ങളുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസും കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ ക്രൈമിന് എത്രയൊക്കെയാണ് ശിക്ഷ എന്നുള്ള കാര്യങ്ങൾ സ്കൂൾ ലെവലിൽ പഠിപ്പിക്കുക. കോളേജ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ്, അത് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ എന്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ തന്നെ പ്രശ്നം സോർട്ട് ഔട്ട് ആയില്ലേ? എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റും അല്ലെങ്കിൽ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ്സും ഇങ്ങനെ ചിന്തിക്കാത്തത് എന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് നല്ലൊരു ഓപ്ഷൻ, നല്ലൊരു പോയിന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ശരിയാ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും പഠിക്കാൻ വേണ്ടി നമ്മളെ ഫോഴ്സ്ഫുള്ളി പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് ബോറിംഗ് ആയിട്ട് തോന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും എനിക്കിപ്പോൾ ആവശ്യം വന്നാലേ ഞാൻ അതെൻ്റെ സ്വഭാവത്തിൻ്റെ ആണോ എനിക്ക് അങ്ങനെ അറിയില്ല. അപ്പോൾ അത് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ ഹിസ്റ്ററി പീരീഡൊക്കെ നമുക്ക് എന്തൊരു ബോറിംഗാണ്, ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ്. അതിൽ കുറേ ഇന്ത്യൻ ഭരണഘടന ഒക്കെ പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ബേസിക്കായിട്ട് നമ്മൾ ചില അറിഞ്ഞിരിക്കേണ്ട ഇങ്ങനെയാണ് ഫോം ചെയ്തത്, ഇതൊക്കെയാണ് നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ നമുക്ക് ആ സമയത്തൊക്കെ ബോറിംഗ് ആയിരിക്കും. അപ്പം നിങ്ങളെപ്പോലുള്ളവരാണ് ശരിക്കും അത് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നത്. എക്സാക്ട്ലി. അങ്ങനെ ടീച്ചിങ് ആ ലെവലിലേക്ക് മാറ്റിക്കൂടെ? കുറച്ചുകൂടിയും ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിൽ ടീച്ചർമാരെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. കുറച്ചുകൂടിയും ഈ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഡേറ്റ്സ് മനപ്പാടമാക്കാനാണ് ഇവിടെയുള്ള എല്ലാവരും ശ്രമിക്കുന്നത്. പാനിപ്പത്ത് യുദ്ധം അവിടെ നടന്നു, ഔറംഗസേബ് ഇന്ന് വന്നു, മറ്റേത് വന്നു. അതിനേക്കാൾ നല്ലത് അതൊരു കഥ പോലെ പറഞ്ഞു കൊടുത്താൽ പോരെ. ഈ ഡേറ്റ്സ് അറിഞ്ഞിട്ട് ഇപ്പം എന്താ പറയുക, ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ആർക്കും ഒരു ഗുണമില്ല. മേ ബി ഹിസ്റ്റോറിയൻസിന് എന്തെങ്കിലും ഗുണമുണ്ടാവും. അപ്പം ഒരു കഥ പോലെ അവർക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ ആ കഥ മനസ്സിൽ കിടക്കും. നമ്മൾ പണ്ട് ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടുള്ള പല ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ പഠിച്ചിട്ടുള്ള പല ചാപ്റ്റേഴ്സ് ഇന്നും നമ്മുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കഥ ഫോർമാറ്റിലാണ്. സ്റ്റോറി ടെല്ലിംഗ് ടീച്ചർമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡായി കഴിഞ്ഞാൽ ഐ തിങ്ക് ഏത് കാര്യമാണെങ്കിലും അത് കുട്ടികളെ മനസ്സിൽ കിടക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ശരിയാണ്. അങ്ങനെ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഓർത്തിരിക്കുകയും ചെയ്യും. ഈ മാത്സിലുള്ള മറ്റേ ഫോർമുല 10th പഠിച്ച A² + B² അത് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് ഇപ്പോഴാണ് പക്ഷെ അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു സ്ട്രെസ്സാണ്. എക്സാക്ട്ലി. പക്ഷേ ജോഗ്രഫിയിലെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ കാര്യങ്ങൾ മലയാളത്തിലെ കാര്യം പഠിക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ്, ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. മാത്സിൽ അത് വരുന്നില്ല. മാത്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, അവരെ കുറ്റം പറയല്ല. എനിക്ക് മാത്സ് ഇഷ്ടമുള്ളതുകൊണ്ട് കാരണം പറയുമ്പോൾ സൂക്ഷിക്കണം. അവിടെയും ഇവിടെയൊക്കെ ആൾക്കാരുണ്ടോ? അല്ല, പറയുമ്പോൾ നമ്മൾ എന്ത് സൂക്ഷിക്കണം, അങ്ങനെ പേടിച്ച് പറയാതിരിക്കാനും പറ്റത്തില്ല. ഡിസ്ക്ലെയിമർ കൊടുക്കാലോ. അതെ അതെ, ശരിയാ. മാത്സും ഫിസിക്സും ഒന്നും എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഭയങ്കര പാടായിരുന്നു. അതൊരിക്കലും ഞാനൊക്കെ എനിക്ക് ആക്ച്വലി ഓർമ്മയുണ്ട്. മാത്സ് 11th ഉം 12th ഉം സയൻസ് ആണല്ലോ. ഞാൻ കയറുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു മാത്സിൽ മാത്രമേ മാത്സ് ഉണ്ടാവുന്നു. സയൻസിൽ കയറിയപ്പോൾ ബയോളജി വെച്ച് ബാക്കി എല്ലാത്തിലും മാത്സ് ഉണ്ട്. കെമിസ്ട്രിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കെമിസ്ട്രി പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം കെമിസ്ട്രി ഇതുപോലെ ടീച്ചർ നല്ലൊരു ടീച്ചറായിരുന്നു. പഠിപ്പിച്ച് തരുന്ന രീതിയാണെങ്കിലും ഒക്കെ കുറച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഫിസിക്സ് ഒക്കെ കഥ പറഞ്ഞു തന്നിട്ട് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം താല്പര്യമേ ഇല്ല, എന്തിനോ വേണ്ടി പഠിക്കാൻ പോകുമായിരുന്നു. പക്ഷെ നമ്മൾ അന്ന് കാലത്ത് സയൻസ് ഒരു കൂൾ സബ്ജക്റ്റ് ആയിരുന്നു. എല്ലാവരും സയൻസ് എടുക്കണം. സയൻസുകാർ ഭയങ്കര നേർഡ്സ് എന്നുള്ളൊരു രീതിയായിരുന്നു. വലിയ ജീവിതത്തിൽ എന്തോ വലിയ സംഭവം അച്ചീവ് ചെയ്ത പോലെ ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ സയൻസ് ആണ്. അല്ലെങ്കിൽ ഈ പാല് വാങ്ങിക്കുമ്പോൾ കടക്കാരൻ പറയുന്നത് സയൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്തോ വലിയ സംഭവം നമ്മൾ ചെയ്തെന്നുള്ളത്. പക്ഷേ അതിൽ കയറി കഴിയുമ്പോൾ മനസ്സിലാവുക പെട്ടുപോയി. അതിന് കൃത്യമായ രീതിയിൽ ഇഷ്ടമില്ലാത്ത ആളുകൾ സയൻസിലേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടുപോകുന്നുള്ള കാര്യം. അപ്പം ഞാൻ എൻ്റെ 10th കഴിഞ്ഞ കസിൻസിനോടൊക്കെ പറയുക, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഈവൻ 12th കഴിഞ്ഞ് പല ആളുകളും അവർക്ക് ഇഷ്ടമില്ലാത്ത ഡിഗ്രി കോഴ്സുകളിലേക്ക് പോകാറുണ്ട്. എന്ത് സൊസൈറ്റി പറഞ്ഞു കേട്ടിട്ട് അതൊന്നും വേണ്ട. നിങ്ങളെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കുക. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെ എത്തുന്നു ചിന്തിച്ച് നോക്കുക. അതിൻ്റെ ബേസിൽ ഈ പറഞ്ഞ ഡിഗ്രി കോഴ്സ് ചൂസ് ചെയ്താൽ തന്നെ പ്രശ്നം തീർന്നു. ഓക്കെ, ഞാനാണെങ്കിൽ ഇലക്ട്രോണിക്സും കൂടെയുള്ള സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. എന്തിനാണോ എന്തോ കുറെ ചിപ്പ് കരിച്ചു കളഞ്ഞതല്ലാതെ വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ ജീവിതത്തിൽ. അതെ, എന്തൊക്കെയായിരുന്നു.
അല്ല അപ്പം മറ്റേ 80% മാർക്ക് എനിക്ക് കിട്ടിയത് ഓ +2 കിട്ടിയ മാർക്ക്. അന്ന് എനിക്കത് ഭയങ്കര കുറവായിരുന്നേ, ഭയങ്കര വിഷമമായിരുന്നു. കാരണം 98% കിട്ടിയവരുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എന്ത് കാര്യത്തിനാണോ എന്ന് തോന്നുന്നു. ഞാൻ CBSE ആയിരുന്നു. ഓ അപ്പോൾ എനിക്ക് വളരെ വളരെ വലിയ മാർക്കൊന്നുമില്ലായിരുന്നു. എനിക്ക് ആകെ മാർക്ക് ബയോളജിയിലും ഇംഗ്ലീഷിലും മാത്രമാണ്. കാരണം അത് മനപ്പാടമൊക്കെ ആക്കി സ്റ്റോറി മോഡിൽ പഠിക്കാം. മാത്സ് ഒക്കെ എങ്ങനെയൊക്കെ പാസ്സായതാണ്. എന്തെങ്കിലും പാസ്സായത് മാത്രം സന്തോഷം. സത്യം. അല്ല ഞാൻ ആലോചിക്കുന്നത് എനിക്ക് 80% ഇല്ലായിരുന്നോ, എനിക്കൊരു ഓർമ്മയില്ല, എല്ലാം ഒരു പുകയാ. ഞാൻ എന്നെ തന്നെ പറഞ്ഞു ഇപ്പം എനിക്ക് പെർസെൻറ്റേജ് ഓർമ്മയില്ല, അത്ര വലിയ പെർസെൻറ്റേജ് ഇല്ലായിരുന്നു. അതുകൊണ്ടിപ്പോൾ ഞാൻ പണ്ട് ആരോട്ടൊക്കെ തള്ളി അല്ലല്ല, എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കന്ന് ഭയങ്കര കുറവായിരുന്നു. 80% എൻ്റെ +2 മാർക്കെന്ന് പുറത്ത് പറയാം. ഇപ്പം ചിന്തിക്കുമ്പോൾ 100ൽ 80 ഞാൻ വാങ്ങിച്ചു. സോ പ്രൗഡ്. കാരണം കോളേജ് എത്തിക്കഴിഞ്ഞപ്പോഴല്ലേ അതിലും കഷ്ടമായിരുന്നു. എന്തൊരു കഷ്ടമായിരുന്നു സത്യം. കോളേജിൽ വേറെ എക്സ്പീരിയൻസാണ്. ഒന്നും പറയില്ല. അപ്പം നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് പോകാം. ഓക്കെ 2 റാപ്പിഡ് ഫയർ ഉണ്ട്, 2 സെഷൻ ഉണ്ട്. ഓക്കെ. ടീ ഓർ കോഫി? പെട്ടെന്ന് പറഞ്ഞു. കോഫി. ഓക്കെ. ഫേവറേറ്റ് ലീഗൽ മൂവി ഓർ TV ഷോ? സൂട്ട്സ്. നേര്. ഓക്കെ, നേരത്തെ പറഞ്ഞായിരുന്നു, എന്തായാലും കുഴപ്പമില്ല. 1 ലോ ബുക്ക് എവ്രി വൺ ഷുഡ് റീഡ്? ഇന്ത്യൻ ഭരണഘടന. ആരും വായിക്കാറില്ല, പക്ഷെ വായിക്കണം. സീരിയസ്ലി, ലോ ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുക, ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലുള്ള എല്ലാവരും വായിക്കണം. ഒരു മനുഷ്യൻ വായിക്കാതെ പല ആളുകൾ ഇന്ത്യൻ ഭരണഘടന കുറ്റം പറഞ്ഞ് ഞാൻ കാണാറുണ്ട്. സുഹൃത്തെ, ആദ്യം ഇന്ത്യൻ ഭരണഘടന വായിക്കൂ. അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു സംഭവമാണെന്നുള്ളത്. പക്ഷെ ആരും വായിക്കില്ല. സോ അത് വായിക്കണം ആദ്യം. അത് ശരിയാ. പക്ഷെ അതെങ്ങനെ മറ്റേ ഇങ്ങനെ കഥ പോലൊന്നും അല്ലാത്ത കാരണം വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദൈവമേ, ഇതിനൊക്കെ എനിക്ക് വല്ല കേസ് വരും. കഥ പോലെ അല്ലെങ്കിൽ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് റിട്ടേൺ ചെയ്ത സംഭവമാണത്. ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വേണം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന വിമർശിക്കുന്ന ആൾക്കാരോട് ഒന്ന് വായിച്ചു നോക്കാം. അത് ശരി. വിമർശിക്കുന്നവർ വായിച്ചിട്ട് വിമർശിക്കണം. അതെ. ഗോ ടു സ്ട്രെസ് ബസ്റ്റർ? സിനിമ കാണുക. യെസ്. ഓക്കെ, ഫൈൻ. ഫേവറേറ്റ് ലോയർ ഓർ ലീഗൽ ഐക്കൺ? ഫേവറേറ്റ് ലോയർ എന്ന് പറയുമ്പം അല്ലെങ്കിൽ ലീഗൽ ഐക്കൺ എന്ന് പറയുമ്പം എൻ്റെ സീനിയറായിരുന്ന അഡ്വക്കേറ്റ് ശ്യാം പത്മൻ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലോയറാണ്. പിന്നെ യെസ്, അദ്ദേഹം തന്നെയാണ്. എന്താ കാര്യം? അങ്ങനെ എൻ്റെ ഗുരുവാണ്. എന്നെ ട്രെയിൻ ചെയ്തതും എനിക്ക് കൺസ്യൂമർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഇഷ്ടം വരാനുള്ള കാരണം അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ആ സംഭവം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. സോ ഐ എം വെരി ഫോണ്ട് ഓഫ് ഹിം. ഭയങ്കര ബഹുമാനം എനിക്ക്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ ഈ ലോയർ ബ്രോ അല്ല, ഒരു സാധാരണ കാരണം. അതെ, എല്ലാ ഫീൽഡിലും അല്ലെങ്കിൽ എന്ത് ജോലിക്കാണെങ്കിലും ഒരു പ്രോപ്പർ ഗുരു ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ഇതായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നോക്കിക്കാണാൻ ആയിട്ട് ഒരു ആൾക്കാരുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര ബിഗ് തിങ്. ശരിയാ, സത്യ. ഡ്രീം വെക്കേഷൻ ഡെസ്റ്റിനേഷൻ? സ്വിറ്റ്സർലാൻഡിലൊന്ന് പോകണമെന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല, പക്ഷേ അല്ല പോണ്ടേ, അത് പോകണം, വലിയൊരു ആഗ്രഹമാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനിവിടെ പോകാത്തൊരു ഭാഗമാണ്. ഇനി യൂറോപ്പിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. മോസ്റ്റ് റിവാർഡിംഗ് മൊമെന്റ് ഇൻ യുവർ ലീഗൽ കരിയർ? ആക്ച്വലി ലീഗൽ കരിയറിൽ എല്ലാവരും അവരുടെ അഡ്വക്കേറ്റ് ആയ സമയത്തുള്ള കാര്യങ്ങളായിരിക്കും പറയുക. പക്ഷേ ഞാൻ കോണ്ടന്റ് ക്രിയേറ്റർ ആയ കാലഘട്ടമാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. കാരണം ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പം നാലാൾ എന്നെ അറിയാം. പല ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചേട്ടാ നിങ്ങളെ റീലോണ്ട് ഞാൻ രക്ഷപ്പെട്ടു ചേട്ടാ നിങ്ങളെ റീലോണ്ട് ഈ പ്രശ്നം എനിക്ക് മാറി ചേട്ടാ എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും റിവാർഡിംഗ് ആയ മൊമെൻറ്റ്. ആൻഡ് അത് ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മൈ മോസ്റ്റ് റിവാർഡിംഗ് മൊമെൻറ്റ്. ആൻഡ് കോണ്ടന്റ് ക്രിയേറ്റർ ആയതാണ് എൻ്റെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ഞാൻ വിശ്വസിക്കുന്നത്. വൺ തിങ് യു കാൻ ലീവ് വിത്തൗട്ട്? മൈ ഫാമിലി. One piece of advice for aspiring lawyers? ആസ്പയറിംഗ് ആയ ലോയേഴ്സിനോടാകെ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ കരിയർ. പക്ഷേ ഇതിൽ പേഷ്യൻസ് വേണം. അതേപോലെ തന്നെ ലേൺ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും നമ്മൾ തയ്യാറായിരിക്കണം. ഈ സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ലോയർ ആവാം, അഡ്വക്കേറ്റ് ആവാം, ഈ പറഞ്ഞ ലീഗൽ പ്രൊഫഷനിൽ എവിടെ വേണമെങ്കിലും എത്താൻ സാധിക്കും. നൈസ്. മോസ്റ്റ് ചലഞ്ചിങ് ലീഗൽ ടോപ്പിക് ടു എക്സ്പ്ലെയിൻ ടു ദ പബ്ലിക്? സെൽഫ് ഡിഫെൻസ്. അത് പറയുമ്പോൾ ഞാൻ ഇതുവരെ ഒരു വീഡിയോ പോലും ഉണ്ടാക്കാത്ത ഒരു ടോപ്പിക്കാണ് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. കാരണം അത് പറഞ്ഞു കഴിയുമ്പോൾ അതിനെ പല രീതിയിൽ ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു മിനിറ്റിൽ ഞാനത് പറയുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് പല ആളുകളും അതിനെപ്പറ്റി വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് ടു ഡേഞ്ചറസ് ടു സ്പീക്ക് അബൌട്ട്. സോ സെൽഫ് ഡിഫെൻസിനെ പറ്റി ഞാനിത് ഡീകോഡ് ചെയ്തിട്ടില്ല, അതെങ്ങനെ ഒരു മിനിറ്റിൽ പറയണം എന്നുള്ളത്. സോ അതുകൊണ്ടാണ് വീഡിയോ ഉണ്ടാക്കാത്തത്. സോ ഐ ഫീൽ ദാറ്റ് ഏറ്റവും ടഫസ്റ്റ് ടു ടെൽ ടു കോമൺ മാൻ ഈസ് സെൽഫ് ഡിഫെൻസ്. കാരണം ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ സിനിമകളിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുണ്ട് സെൽഫ് ഡിഫെൻസിനെ വളച്ചൊടിക്കുന്നത്. എക്സാക്ട്ലി. നിങ്ങൾ ഒരാൾ അടിക്കാൻ വന്നു, നിങ്ങൾ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്തു, ഒന്ന് തള്ളി, സെൽഫ് ഡിഫെൻസ് എന്ന് പറയാം. നിങ്ങളെ ചെറുതായിട്ട് ഒന്ന് തോണ്ടാൻ വന്നവൻ നിങ്ങളെ പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ അവിടെ സെൽഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇറ്റ്സ് എ ബിഗ് തിങ്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈവൻ ഇൻ്റർവ്യൂസിൽ പോലും ഒന്ന് ഈ തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്ന് വഴിമാറി പോകുന്നത്. ബിക്കോസ് വെറുതെ പ്രശ്നമാക്കണ്ടല്ലോ.
സോ അത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും ടഫസ്റ്റ് സെൽഫ് ഡിഫെൻസിനെ പറ്റി സംസാരിക്കാനാണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് 2020 ഓർമ്മ വന്ന സിനിമ. ഞാനേട്ടൻ പറയത്തില്ലേ, കുത്തിയ കത്തി ഊരിയതേ ഉള്ളൂ. അതെ അതെ അതെ. പിന്നെ അതുമായിട്ട് കൊണ്ട് അടക്കേണ്ടി വരുന്നത് മാത്രമേ പറയാനുള്ളൂ എനിക്ക്. കറക്റ്റ്, കുത്തിയ കത്തി ഊരിയെന്നല്ലേ ഞാനും പറഞ്ഞത്. സത്യം തന്നെ. അതാണ് അവസ്ഥ. അപ്പം വി ഹാവ് ടു ബി വെരി കെയർഫുൾ. കൊള്ളാം. യുവർ ഫേവറേറ്റ് ഹോബി ഔട്ട്സൈഡ് ഓഫ് ലോ? ഔട്ട്സൈഡ് ഓഫ് ലോ, സത്യം പറഞ്ഞാൽ എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ആൻസർ അല്ല. കാരണം എന്താ വെച്ചാൽ കുറേ ഹോബികൾ ഉണ്ടായതൊരു മനുഷ്യനായിരുന്നു. ഈ ജോലിയിലൊക്കെ എത്തിയതിനു ശേഷം ഹോബിയൊക്കെ അങ്ങ് പോയിട്ടുണ്ട് ടെക്നിക്കലി. ഞാൻ റീഡ് ചെയ്യുമായിരുന്നു നല്ലോണം, ഞാൻ ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, അതേപോലെ എന്താ പറയുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ഹോബീസ്. ഇപ്പം ഹോബി ഇല്ല ടെക്നിക്കലി. ഇപ്പം ഇതൊക്കെ തന്നെയാണ് ഹോബി. റിസർച്ച് ചെയ്യുക, കണ്ടന്റ് ഉണ്ടാക്കുക, പണി ചെയ്യുക, ജീവിക്കുക, അത്ര തന്നെ. വരുമാനം ഉണ്ടാക്കുക, അതന്നെ. എ ഹിഡൻ ടാലന്റ് ഓഫ് യോഴ്സ്? ഹിഡൻ ടാലന്റ് അത് ഹൈഡായി കിടക്കും, എനിക്കറിയില്ല. എനിക്ക് അല്ല, അങ്ങനെയല്ല. എനിക്ക് എൻ്റെ അഭിപ്രായ പ്രകാരം എനിക്ക് കൂടുതൽ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇപ്പം എൻ്റെ റീലിൽ കാണുന്നത് എൻ്റെ വെറും 2% 3% ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ബിക്കോസ് ഞാൻ കുറേ മോണോ ആക്റ്റും കുറേ ഒരു 10-30 നാടകങ്ങളൊക്കെ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. സോ ഐ ഫീൽ ദാറ്റ് എനിക്ക് കൂടുതൽ അഭിനയിക്കാൻ അറിയാമെന്നുള്ളത്. അത് കാണിക്കാനുള്ള അവസരം എൻ്റെ റീല് വഴി വന്നിട്ടില്ല. ഈ റീല് പിന്നെ കൊണ്ടുവരണ്ടാവും, അറിയില്ല. ബട്ട് ഐ ഫീൽ ദാറ്റ് ദാറ്റ്സ് എ ടാലന്റ് വിച്ച് ഐ ഹാവ്. ഈ പോഡ്കാസ്റ്റ് കാണുന്ന ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്നെ കാസ്റ്റ് ചെയ്യുന്നിട്ട് എനിക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ നമ്മുടെ ഡീലിംഗ് അങ്ങനെയാണല്ലേ. അതെ അതെ. അപ്പം അടുത്ത എനിക്ക് കുറച്ച് സീരിയസ് ക്വസ്റ്റ്യൻ. സീരിയസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തമാശ ചോദിക്കത്തില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്? ആർട്ടിക്കിൾ 21 പറ്റി അറിയണമെന്നാണ്. ആർട്ടിക്കിൾ 21 പറ്റി ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 19 പക്ഷേ ആർട്ടിക്കിൾ 21 ഞാൻ കൂടുതൽ പ്രിഫറൻസ്. ഇതൊക്കെ അത് ഭയങ്കര അത് പറയാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു എപ്പിസോഡ് തന്നെ വേണ്ടി വരും. ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. ഞാൻ എല്ലാവരും പറയുക, നിങ്ങൾ ബേസിക് ഇപ്പം ഈ ചോദ്യത്തിന് തന്നെ ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പം ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇത് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ റൈറ്റാണത്. റൈറ്റ് ടു കുറേ റൈറ്റ്സിനെ പറ്റി സംസാരിക്കുന്ന പല കാര്യങ്ങളെ പറ്റി പറഞ്ഞാണ് ആർട്ടിക്കിൾ 21. സോ അതാണ് ഞാൻ പറയുക. ബാക്കിയും കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ എല്ലാവരും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അറിഞ്ഞിരിക്കണം. യെസ്. ഇപ്പോൾ ആർക്കും എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ അന്ന് പണ്ട് ചാർട്ട് പേപ്പറിലൊക്കെ കഷ്ടപ്പെട്ട് എഴുതിയതാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അറിയാം, ബാക്കി പല സാധനങ്ങളുണ്ട്. ഈക്വാലിറ്റിനെ പറ്റിയൊക്കെ പറഞ്ഞതിലാണ്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാർക്ക് അറിയില്ല. ഇത് അപ്പോൾ എല്ലാവരും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വായിച്ചു വെക്കണം. സിമ്പിൾ. ആരെങ്കിലും ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ചിലുള്ള എൻ്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. പോഡ്കാസ്റ്ററും നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടാണ് ഈ സാധനം ഓർമ്മ നിൽക്കുന്നത്. മനസ്സിലായല്ലോ? പല സ്ഥലങ്ങളും നമ്മൾ ഉപയോഗിക്കല്ലോ എന്റെ റൈറ്റ് സംസാരിക്കാനുള്ളത്. അല്ല, അത് മറ്റേ സിനിമ റിവ്യൂവേഴ്സിനെതിരെ കേസ് വന്നപ്പോ ഞാൻ ചിന്തിച്ചതാണ്, ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് അതിലുള്ളതാണല്ലോ. ഓട്ടോമാറ്റിക്കലി വന്നില്ലേ? അത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ സാധനം. പിന്നല്ല. വൺ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് എവ്രിവൺ ഷുഡ് നോ? കേശവാനന്ദ ഭാരതി ഒരു കേസുണ്ട്. ഇറ്റ്സ് എ വെരി ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് വിച്ച് ഐ ഫീൽ ഈ റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. ലോ സ്റ്റുഡൻസ് എന്തായാലും ബേസിക് ആയിട്ട് വായിച്ചിരിക്കേണ്ട സംഭവമാണ്. അതേപോലെ ഈ റൈറ്റ് ടു പ്രൈവസിയുമായി ബന്ധപ്പെട്ട് റീസെൻ്റ് ആയിട്ടൊരു ജഡ്ജ്മെൻറ്റ് വന്നിരുന്നു. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ലോയറിനോട് ഈ ഒരു ജഡ്ജ്മെൻറ്റ് എടുത്തു നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം കുറേ നല്ല നല്ല ജഡ്ജ്മെൻറ്റ്സ് വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ, അതേപോലെ ബാക്കിയുള്ള കോടതികൾ. പക്ഷേ ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട് MC മേത്താൻ്റെ ഒരു കേസുകളൊക്കെ ഉണ്ട്. MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതൊക്കെ അത്യാവശ്യം നല്ല ജഡ്ജ്മെൻറ്റ്സ് ആണ്. ഇതാണ് എൻ്റെ പെർസ്പെക്റ്റീവ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് മറ്റേ ഡൽഹി കേസിലുള്ളവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതൊക്കെ ഭയങ്കര ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഗാങ് റേപ്പ് കേസുമായി ബന്ധപ്പെട്ട് അതൊക്കെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്. ഞാൻ ആക്ച്വലി എൻ്റെ മൈൻഡ് പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലേക്കാണ് പോവുക. എൻ്റെ ആക്ച്വലി ക്രിമിനൽ സൈഡിലേക്ക് കുറച്ചേ പോകാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് അതിലേക്കാണ് പോവുക. പിന്നെ ഒരു ലോയറിനോട് ചോദിക്കുമ്പം പറയാം. അതെ, അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ കോമൺ പെർസ്പെക്റ്റീവ്സിലല്ലേ. പിന്നെ മാത്രമല്ല ഇങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള മീഡിയ അറ്റൻഷൻ കിട്ടിയ ന്യൂസുകളുടെ ജഡ്ജ്മെന്റ്സ് ആണ് കൂടുതലും സാധാരണക്കാരിലേക്ക് എത്തുന്നുള്ളൂ. മറ്റേതൊക്കെ കുറച്ചും കൂടി കുറവല്ല. അത് എത്തിക്കാൻ കുറച്ച് പണിയാണ് ആൾക്കാരിലേക്ക്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ അത് പിന്നെ അതൊരു കാണില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അങ്ങനെ റീലൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ചിലപ്പോൾ ഞാൻ കാണും, ഞാൻ മാത്രമേ കാണുള്ളൂ. ആ അവസ്ഥയായിരിക്കും. അതെ, ആ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ട് കാര്യമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഓഡിയൻസ് ഒക്കെ ഒന്ന് റെഡി ആകുമ്പോൾ. അതെ. അല്ല, ഇപ്പം സാധാരണ മനുഷ്യർക്കാണെങ്കിലും ഇപ്പം എല്ലാ ഏരിയയിലും എല്ലാം അറിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇല്ല. ഇപ്പം നമ്മൾ ലീഗലി സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ. ആദ്യം ഞാനൊരു തറ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ തറയിലാണ് ഈ ബേസിക് നിയമങ്ങളെ പറ്റി. അപ്പോൾ തറ കെട്ടി എല്ലാവരും സെറ്റായി നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് അടുത്ത സാധനം കൊണ്ട് അങ്ങനെ വീട് പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. വീടിന്റെ ഏറ്റവും മുകളിലാണ് ഈ ജഡ്ജ്മെന്റ് കിടക്കുന്നത്. അപ്പം ആ ജഡ്ജ്മെന്റ് എത്തട്ടെ, വീട് പണിയട്ടെ, വീട്ടിൽ കൂടെ വിളിക്കാം. ഇരുന്നിട്ട് കാല് നീട്ടാന്ന് സിമ്പിൾ ആയിട്ട് പറയാം. അങ്ങനെയും പറയാം. ബെസ്റ്റ് ലീഗൽ റീഫോം ഇൻ കേരള?
ബെസ്റ്റ് ലീഗൽ റിഫോം ഇൻ കേരള, അത് ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ നിയമങ്ങളാണ് ബേസിക്കലി. അപ്പോൾ അത് കേരളയിലേക്ക് ഒതുക്കി തീർക്കാത്ര എളുപ്പമല്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. നമുക്ക് എന്താ പറയുക, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നൊക്കെ പല ഇൻഫർമേഷൻസും കളക്ട് ചെയ്യാനുള്ള അധികാരം നമുക്കുണ്ട് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം. അതൊരു റെവല്യൂഷൻ തന്നെയാണ്. അത് നമ്മളെ സിറ്റിസൻസ് വൃത്തിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധിക്കും. കേരളത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലീഗൽ റിഫോം ഇല്ല. ഇന്ത്യൻ ലെവലിലാണ് മൊത്തം സംഭവം ഉള്ളത്. സോ ഞാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ് കൂടുതൽ പറയുക. അങ്ങനെ ഒരു സ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ട് റിഫോർമേഷൻ കൊണ്ടുവരാൻ പറ്റുമോ? ചില സിറ്റുവേഷൻ സോഷ്യൽ റെവല്യൂഷൻസ് കൂടുതൽ പറ്റും. ലീഗൽ റെവല്യൂഷൻ എങ്ങനെയാണ് മീൻസ് അത് പൊതുവെ ആ നിയമങ്ങൾ ഇന്ത്യൻ ലെവലിലായിരിക്കും ഉണ്ടാവുക. കേരള സ്റ്റേറ്റ്സിൻ്റെ ഓരോ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഒരു സ്റ്റേറ്റും കൊണ്ടതായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. സെറ്റ്. മോസ്റ്റ് കോമൺ ലീഗൽ ഇഷ്യൂ ഇൻ കേരള? പോലീസും ആൾക്കാരും തമ്മിലുള്ള ഇഷ്യൂ ആണ് ഏറ്റവും വലിയ ഇഷ്യൂ. ഈ ഒരു രണ്ട് പേരും തമ്മിലുള്ള ലീഗൽ ഇഷ്യൂ, അതായത് പോലീസുകാർക്ക് എത്ര റൈറ്റ് ഉണ്ട്, ആൾക്കാർക്ക് എത്ര റൈറ്റ് ഉണ്ട്, ഇതാണ് ആൾക്കാർക്ക് ബേസിക്കായിട്ട് അറിയേണ്ടത്. പോലീസുകാരുടെ ലിമിറ്റ് എവിടെയാണ് അവസാനിക്കുന്നത്, ആളുകൾക്ക് എവിടം വരെ റൈറ്റ് ഉണ്ടെന്ന്. സോ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. സോ ദാറ്റ് ഈസ് എ വെരി ബിഗ് ഇഷ്യൂ. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് പോലീസുകാർക്ക് അവരുടെ നിയമം എത്രയാണോ അത്രത്തോളം പോലീസുകാർ യൂസ് ചെയ്യുക, ആളുകൾ നിയമം കൃത്യമായിട്ട് മനസ്സിലാക്കുക, പോലീസുകാരുടെ ലിമിറ്റ് എവിടെ വരികയാണത്. അങ്ങനെയാണ് രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. അല്ല, ഒരു സംഭവം വെച്ചാൽ അയ്യോ പോലീസ് എന്നാണ് ആൾക്കാർ എപ്പോൾ കണ്ടാലും പറയുന്നത്. അത് മാറിയിട്ട് ദേ പോലീസ് എന്നുള്ളൊരു പോലീസിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അച്ഛൻ പോലീസുകാരനാണ്, എൻ്റെ അച്ഛൻ പേടിയൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കാണ്, പ്രശ്നമില്ല. അപ്പം ഞാൻ അച്ഛൻ പോലീസുകാരനുണ്ട്, പൊതുവെ എനിക്ക് പോലീസുകാരോട് പേടിയില്ല. അതേപോലെ ആർക്കും പേടി വേണ്ട. പോലീസുകാർ ഒരു ഫ്രണ്ട്സിനെ പോലെ. ഇപ്പം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എടാ നീ ഇപ്പോൾ കഞ്ചാവ് അടിച്ചെന്ന് പറഞ്ഞാൽ എടാ മോനെ പറഞ്ഞാൽ നടക്കൂല. അത് ചില സിറ്റുവേഷനിൽ അവർക്ക് എന്താ പറയുക സ്റ്റേൺ ആയിട്ട് ആക്ഷൻ എടുക്കേണ്ട സ്ഥലം ഉണ്ടാവും. അവിടെ ഒരു സ്റ്റേൺ ആയിട്ട് ആക്ഷൻ എടുത്തോട്ടെ. അല്ലാത്ത സിറ്റുവേഷനിൽ കുറച്ച് ഫ്രണ്ട്ലി ആയിക്കൂടെ. അതായത് ചെക്കിംഗ് ഒക്കെ നിൽക്കുന്ന സമയത്ത് മോനെ ലൈസൻസ് ഉണ്ടോ, ലാലേട്ടൻ ചോദിച്ചു എന്താ മോനെ ലൈസൻസ് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ പോരെ. മറ്റേ തെറിയൊക്കെ വിളിച്ചിട്ട്. പക്ഷേ വേറെ സംബന്ധിച്ച തലേ കയറി ഇരുന്ന് നിരങ്ങോ എന്നുള്ളൊരു പേടിയും കൊണ്ടും ആകാമായിരിക്കും. തലേ കയറി മേ ബി ആയിരിക്കാം. പക്ഷെ അതിന്റെ കാര്യം ഇല്ലീഗൽ കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഡീസന്റ് ആയിട്ട് സംസാരിച്ചാൽ പോരെ. റൂഡായിട്ട്. അതെ, ഞാൻ ഒത്തിരി പേരെ നല്ലവരെ ഞാൻ പറയട്ടെ, കേരള പോലീസിൽ എൻ്റെ അഭിപ്രായ പ്രകാരം 80% ആൾക്കാരും അടിപൊളി. അതെ ഒരു പ്രശ്നമില്ല. അവരുടെ ഡീലിങ്, അവർ നമ്മളോട് സംസാരിക്കുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലി തോന്നിയിട്ടുണ്ട്. 20% കുറച്ച് പ്രശ്നക്കാരുണ്ട്. അവരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കേരള പോലീസിന് മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഫോർ മീ കേരള പോലീസ് വേറൊരു കാര്യം കൂടി എൻ്റെ സജഷൻ പ്രകാരം, ദ ബെസ്റ്റ് പോലീസ് ഇൻ ഇന്ത്യ ഇസ് കേരള പോലീസ്. ഞാൻ ബാംഗ്ലൂരിൽ ജീവിച്ചാണ്, പല സ്ഥലങ്ങളിൽ ജീവിച്ച വ്യക്തിയാണ്. ബട്ട് ഐ ഫീൽ ദാറ്റ് കേരള പോലീസാണ് ദ ബെസ്റ്റ് എന്നുള്ളത്. പക്ഷേ എന്നാലും അതിൽ പ്രശ്നക്കാരുണ്ട്. അവർ പ്രശ്നക്കാരുണ്ടാക്കുമ്പോൾ ഞാൻ വീടുണ്ടാക്കും. അത്രേ ഉള്ളൂ. പിന്നെ അല്ല, എനിക്കും പേഴ്സണലി ഒരുപാട് നല്ല പോലീസുകാരായിട്ടുള്ള എൻകൗണ്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഇത് വരും, ഒരു നെറ്റിച്ചുളിവ് എന്തായാലും നമുക്ക് വരുമല്ലോ. പവർഫുൾ പീപ്പിൾ അല്ലേ. അതെ. അതുകൊണ്ടുള്ള പ്രശ്നം. പിന്നെ അവരുടെ കഷ്ടപ്പാട് പറയുന്നത്, ഇത്ര കഷ്ടപ്പെട്ടുള്ള ജോലി വേറെ ഒന്നുമില്ല. ഇപ്പം എൻ്റെ അച്ഛനായിക്കോട്ടെ ബാക്കിയുള്ള പോലീസുകാരായിക്കോട്ടെ 24/7 വർക്കിംഗ് ആണ് അവർക്ക്. അവരിങ്ങനെ കഷ്ടപ്പെട്ട് സ്റ്റേഷനിലൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ, ട്രാഫിക് പോലീസ് ഈ മഴയത്തൊക്കെ ഞാൻ ഇന്ന് കണ്ടു, കൊച്ചിയിലൊക്കെ മഴയത്ത് കഷ്ടപ്പെട്ടാണ്. കുടയൊന്നും കറക്റ്റ് കുട പോലും ഇല്ല. എന്നിട്ട് അവർ കഷ്ടപ്പെട്ട് വെള്ളം. അപ്പം അവരെ ആ കഷ്ടപ്പാടിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സാധാരണക്കാർ അറിയുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും കൂടി ആളുകളിലേക്ക് എത്തിക്കണം ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ട്. അതായത് ഞാൻ ഇടയ്ക്ക് ഈ പോലീസുകാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ വീട് ഉണ്ടാക്കുമ്പോൾ പോലും അവർ നല്ല കാര്യങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഹോപ്പ്ഫുള്ളി എത്തിക്കാൻ പറ്റട്ടെ. പിന്നെ പൊതുവേ നമ്മുടെ മനുഷ്യർക്ക് കുറച്ച് എമ്പതി ഉള്ളവരാണ്. അതുകൊണ്ട് അവരും ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും എന്നുള്ള, ഇപ്പം നമ്മൾ രണ്ടുപേരും തന്നെ നമ്മുടെ ഒരു എമ്പതി കൊണ്ടല്ലേ അത് മനസ്സിലാക്കുന്നത്, അവർ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നവരാണ് മിക്കവരും. മനസ്സിലാവട്ടെ. അതെ. ഫേവറേറ്റ് സുപ്രീം കോടതി ജഡ്ജ്? ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എൻ്റെ വളരെയധികം ഫേവറേറ്റ് ആയൊരു ജഡ്ജാണ്. കാരണം നല്ല കുറേ ജഡ്ജ്മെൻറ്റ് ഇറക്കിയൊരു വ്യക്തിയാണ് ചന്ദ്രചൂഡ് സാർ. സോ ഫോർ മീ ഹീസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്. അദ്ദേഹം തന്നെയാണ് ഇപ്പം ഫേവറേറ്റ്. എസെൻഷ്യൽ ക്വാളിറ്റി ഫോർ എ ഗുഡ് ലോയർ? ഒരു ഗുഡ് ലോയർ, ആ പേരിൽ തന്നെ പ്രശ്നമുണ്ട്. ഗുഡ് ലോയർ എന്ന് പറയുമ്പം അഡ്വക്കേറ്റ് ആവാം, കോർപ്പറേറ്റ് ലോയർ ആവാം, പല ഏരിയയിലാവാം. ഇനിയിപ്പോൾ അഡ്വക്കേറ്റിൻ്റെ ഒരു സ്കില്ലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹി ഷുഡ് ബി അപ്ഡേറ്റഡ്. നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ ജഡ്ജ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സ്കില്ലൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കുക. നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മളുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, നമ്മുടെ ലാംഗ്വേജ് ഒക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ നല്ലൊരു വക്കീലാവാൻ സാധിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, അത് എല്ലാ ജോലിയിലും
എല്ലാ ജോലിയും അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഞ്ചിനീയർ ആയാലും ശരി, ഡോക്ടർ ആയാലും ശരി, ഞാനായാലും ശരി, ആരായാലും ശരി, നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ആ പണ്ട് പഠിച്ച അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പഠിച്ച സാധനം കൊണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ആവാൻ പോകുന്നില്ല. ഒന്നാമത്തെ കാര്യം കോളേജിൽ പഠിച്ചതല്ല ജോലി ചെയ്യാൻ വരുമ്പോൾ വരുന്നതേ വേറൊരു സംഭവം തന്നെയാണ് പ്രാക്ടിക്കലി വരുമ്പോൾ തന്നെ. പിന്നെ കുറച്ചും കൂടി ലോയേഴ്സ് എന്ന് നോക്കുമ്പോൾ അവർക്ക് ലോ പഠിച്ചിട്ട് വരാം എന്നുള്ളൊരു സാധനം മാത്രം ഒരു ഡിഫറൻസ് ഉള്ളൂ. പക്ഷേ അതും ലോയേഴ്സിന്റെ കാര്യത്തിൽ പോലും ലോ പഠിച്ച് വരാം, പക്ഷേ പ്രാക്ടിക്കൽ എത്തുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ് കാര്യങ്ങൾ. എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. ഫേവറേറ്റ് ലോ സബ്ജക്ട്? ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഓരോ തവണ വായിക്കുമ്പോഴും അതിൻ്റെ ഓരോ അപ്ഡേഷൻ അല്ല ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഭയങ്കര നോളജാണ്. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വായിക്കാനും അറിയാനും ഇത് തന്നെയാണ്. ആൻഡ് ഇത് ഇപ്പോഴും അറിഞ്ഞു തീർന്നിട്ടില്ല, ഇനിയും കുറേ പഠിക്കാനുണ്ട്. സോ ഫോർ മീ ദാറ്റ്സ് മൈ ഫേവറേറ്റ്. രണ്ടാമത് കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, എന്ത് ടൈപ്പ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന നിയമമുണ്ട്. അതിൽ ഇന്ത്യൻ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ട്സിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിലാണ്. ഞാനൊരു കോർപ്പറേറ്റ് ലോയർ ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് ആ നിയമമാണ്. സോ അതുകൊണ്ട് എനിക്ക് ആ നിയമം ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, വൺ ചേഞ്ച് യു വുഡ് ലൈക്ക് ടു സീ ഇൻ ഇന്ത്യൻ ലോ? വണ്ണല്ല, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. പക്ഷേ ഒന്ന് എന്ന് എനിക്ക് പറയുന്നത് ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ വരണം, സമയമായിട്ടുണ്ട്. ആണുങ്ങളിൽ കുറേ ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അവർക്ക് ഒരു സൊല്യൂഷൻ വേണം. അവരും പല സിറ്റുവേഷനിലും വിക്ടിംസ് ആണ്. അവർക്ക് നിയമങ്ങളില്ലാത്തത് കൊണ്ട് അവർ കഷ്ടപ്പെടുകയാണ്. ആ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആണുങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള നിയമങ്ങൾ വരണം. അത് വന്നു കഴിഞ്ഞാൽ കുറേയൊക്കെ സൊല്യൂഷനായി എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. യെസ്, അത് ഞാനും അഗ്രി ചെയ്യുന്ന കാര്യമായിട്ട്. ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ളത്, അത് പെണ്ണാണെന്നുള്ളൊരു വ്യത്യാസമേ വരണ്ട. അപ്പോഴാണല്ലോ ഫെമിനിസത്തിനൊരു ശരിക്കുമുള്ള ഫെമിനിസം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് പലരും ഫെമിനിസത്തെ പറ്റി സംസാരിക്കുന്നത്. ഈവൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എതിർക്കുന്നവർ എന്തിന്റെ ബേസിൽ? ഐ തിങ്ക് ഫെമിനിസത്തിന്റെ ബേസിക് ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഓരോരുത്തർക്കും സ്വന്തമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് അവർ ഡെഫിനിഷൻ പറയുന്നത്. പക്ഷേ ശരിക്കും അവിടെ ഒരു ഈക്വാലിറ്റി ആണ് ആളുകൾ, അതായത് ഇറസ്പെക്റ്റീവ് ഓഫ് എനി ജെൻഡർ യു ഹാവ് ദ റൈറ്റ് ടു ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു ലീഗലി എന്നുള്ള സാധനമാണ്. ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഈക്വൽ ആയിട്ട് പോവുക, അത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് ഒരാൾ മറ്റേതിൻ്റെ മുകളിലാണ്, മറ്റേ ആൾ ഇതിലേക്കാൾ മുകളിലാണ്, ഇവരൊക്കെ ആണുങ്ങളൊക്കെ ദുഷ്ടന്മാരാണ്, ആണുങ്ങളൊക്കെ മോശമാണ് എന്ന് പറയുന്നതിന് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ പെണ്ണുങ്ങളൊക്കെ മോശമാണ്, പെണ്ണുങ്ങളൊക്കെ എന്താ പറയുക ആണുങ്ങളെ തകർക്കാൻ നടക്കുന്നവരാണെന്ന് പറയുന്ന ഷോവനിസ്റ്റുകാരോടും എനിക്ക് യോജിപ്പില്ല. എല്ലാവരും ഈക്വൽ ആണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഈ ഫെമിനിസം എന്നുള്ള വാക്കിൽ ആ ഫെമിനിൻ എന്നുള്ളൊരു വാക്ക് വന്നതാണ് ഏറ്റവും കൺഫ്യൂഷനിലേക്ക് എത്തിക്കാനുള്ളൊരു. നമ്മൾ സംസാരിക്കുന്നില്ലേ, ഇതിന്റെ പല ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് കമന്റ് ബോക്സ് നമുക്ക് ആൾക്കാരെ കാണാൻ സാധിക്കും. പക്ഷെ എന്നാൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഈക്വാലിറ്റി. ഈക്വാലിറ്റിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരാണ് ഫെമിനിസ്റ്റ് ആൾക്കാരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ആർ യു എ ഫെമിനിസ്റ്റ്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ യെസ് അല്ലേ, ഓഫ് കോഴ്സ്. അതെ, ഈക്വാലിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഓഫ് കോഴ്സ് ഐ എം ഫെമിനിസ്റ്റ്. അതിനിപ്പോൾ എന്താ? പക്ഷേ ഫെമിനിസ്റ്റ് ആവുന്നതുകൊണ്ട് ആണുങ്ങൾക്കെതിരല്ലല്ലോ നമ്മളാരും. അതാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഞാൻ ഫെമിനിസ്റ്റ് ആണെന്ന് ഒരു ഒരൊറ്റ സെന്റൻസ് ഇട്ട് ഞാൻ വെറുതെ പോവുകയാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഓ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നായിരിക്കും. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് എന്താ അറിയില്ല ഫെമിനിസം. ഐ തിങ്ക് അതൊക്കെയാണ് ആദ്യം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് അല്ലേ. ബേസിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒരുപാട് യൂസ് ചെയ്യപ്പെടുന്ന വാക്കുകളുടെ ശരിക്കുള്ള അതാണ്. അതെ, ബിഗ്ഗസ്റ്റ് ചാലഞ്ച് ഫോർ ലോയേഴ്സ് ഇൻ കേരള? പേയ്മെൻറ്റ്. പല ജൂനിയർ ലോയേഴ്സും തുച്ഛമായ ശമ്പളത്തിലാണ് ജീവിക്കുന്നത്. അവർ തുടക്കകാലത്തൊക്കെ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഐ തിങ്ക് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ ചെറിയ എമൗണ്ട്, നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത എമൗണ്ടൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്. എന്നാൽ അത് മാറേണ്ട സമയമായിരിക്കുന്നു. അവരെ കൂടെ പ്രൊഫഷണലുള്ള കുറച്ച് ആൾക്കാർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഞ്ചിനീയേഴ്സിന് ഇപ്പോൾ 6,000-7,000 രൂപയ്ക്ക് മാസം ശമ്പളം കിട്ടുക, അതിനേക്കാൾ കുറച്ച് കുറവാണ് വക്കീലന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ അവരെ ഫാമിലിയൊക്കെ അവരെ നോക്കുമ്പോൾ ഇത്രയും 5 കൊല്ലമൊക്കെ പഠിച്ച് വന്നു കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 4 കൊല്ലം എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ വന്നു കഴിഞ്ഞ് ഇത്രയും ചെറിയ ശമ്പളത്തിന് വർക്ക് ചെയ്യുമ്പോൾ അത് വല്ലാത്തൊരു വിഷമമാണ്. സോ പ്രാക്ടീസിങ് ആയിട്ടുള്ള ജൂനിയർ ലോയേഴ്സിന് പേയ്മെൻറ്റ് കിട്ടുന്നില്ല എന്നാണ് പേയ്മെൻറ്റ് കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊരു മാറ്റം വരണം. അതിന് ഹോപ്സോ അത് മാറ്റം വരട്ടെ എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ജൂനിയർ ലോയേഴ്സിന് അങ്ങനെ ഒരു മാറ്റം വരണം എന്നുള്ളത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ അതായിരുന്നു, ഫേസ്ബുക്കിലെ ഫസ്റ്റ് വീഡിയോ. സോ ഐ തിങ്ക് ഐ ഹോപ്പ് അത് മാറട്ടെ എന്ന്. അവർക്കെല്ലാവർക്കും അവർക്ക് ഡിസേർവ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് കിട്ടട്ടെ എന്ന്. ശരിയാ, നമ്മൾ പഠിച്ച് കഷ്ടപ്പെട്ട് വന്നിട്ട് നമുക്കതിലൊരു ശരിക്കും ഒരു റിട്ടേൺ കിട്ടുന്നത് നമ്മളുടെ സാലറിയിൽ നിന്നാണല്ലോ, അപ്പാർട്ട് ഫ്രം ദി പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എവറിത്തിങ്. കാരണം നമ്മളിപ്പോൾ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനും കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലാതെ നമുക്ക് ഭക്ഷണം കഴിച്ചാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്വന്തം കാലം നിൽക്കുമ്പോൾ ഒരു പ്രൗഡ് ഉണ്ടാവും. ഇതിപ്പോൾ വീട്ടിൽ പിന്നെയും പൈസ വയ്ക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ വീട്ടിലെടുക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം അവർക്ക് നല്ല ഈക്വൽ ആയിട്ട് ഗുഡ് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. വൺ ലീഗൽ മിത്ത് യു വാണ്ട് ടു ബസ്റ്റ്? എല്ലാവരുടെ വിചാരം ആണുങ്ങൾക്ക് ഇന്ത്യയിൽ നിയമമില്ല എന്നാണ്.
സി ഇറസ്പെക്റ്റീവ് ഓഫ് ദി ജെൻഡർ പല നിയമങ്ങളുണ്ട്. എല്ലാവരും വേഗം ആണുങ്ങൾക്ക് ഒരു നിയമമില്ല ഇന്ത്യയിൽ. ഞാൻ പല കമൻറ്റ് ബോക്സിലും കാണുന്ന കേട്ടോ, ആണുങ്ങൾക്ക് ഒരു നിയമമില്ല, എല്ലാ നിയമങ്ങളും പെണ്ണുങ്ങൾക്ക് വേണ്ടി അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ജെൻഡർ ഈക്വൽ ആയ കുറേ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പം എംപ്ലോയർ റിലേറ്റഡ് ആയിക്കോട്ടെ, ഇന്ത്യൻ പീനൽ കോഡിലെ പല സെക്ഷൻസ് ആയിക്കോട്ടെ, അതൊക്കെ ഈക്വലാണ്, രണ്ടുപേർക്ക് കൂടി അപ്ലിക്കബിൾ ആയിട്ടാണ്. മെൻ സ്പെസിഫിക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ പോലും മെന്നിന് വേണ്ടിയിട്ട് ഫീമെയിലിന് വേണ്ടിയിട്ട് നിയമങ്ങളുണ്ട്. അതൊരു മിത്ത്. അതേപോലെ ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് ഇന്ന് ഇപ്പം നാട്ടിലൊരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ കുറ്റം പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഇന്ത്യൻ ഭരണഘടന അറിയുന്ന പോലും ഉണ്ടാവില്ല. അപ്പം അതൊരു വലിയ മിത്താണ്. എന്തൊക്കെയാണ് ഇന്ത്യയിലെ നിയമങ്ങളെന്ന് പോലും പല ആൾക്കാർക്ക് അറിയാണ്ട് വെറുതെ ഭരണഘടനയെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു മിത്താണ്. ആ മിത്ത് മാറ്റേണ്ട സമയമായിരിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഫസ്റ്റ് ലോ ബുക്ക് യു റെഡ്? ഫസ്റ്റ് ലോ ബുക്ക് ഞാൻ വായിച്ചത് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന സമയത്ത് RK ബാങ്കിയുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടാണ്. അത് ഫുള്ള് വായിച്ചിട്ടൊന്നുമില്ല, 25 പേജ് അങ്ങനെ വായിച്ചിട്ടുള്ളൂ. അത് മാത്രമാണ് എനിക്ക് ആദ്യം വായിച്ചത്. വായിച്ചൊരു ഓർമ്മ എനിക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. പിന്നെ അതിന് മുന്നേ എന്തോ വായിച്ച എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ബുക്കാണ്. പിന്നെ ബുക്ക് കുറേ വായിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷേ ഫസ്റ്റ് ബുക്ക് ഇതാണ്. ബെസ്റ്റ് റിസോഴ്സ് ഫോർ ലീഗൽ അപ്ഡേറ്റ്സ്? എല്ലാവരും എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്താൽ സ്വന്തമായിട്ട് പറഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ പരിപാടി. എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട്, സർ സിമ്പിൾ ആയിട്ട് നിയമങ്ങൾ അറിയാൻ എവിടെയെങ്കിലും പോകണമെന്ന്. ഞാൻ പറയും, എവിടെ എന്തിനാ പോകുന്നത്, നിങ്ങൾ ഫോളോ ചെയ്യൂ, പ്രശ്നം തീർന്നില്ല, അത്രേ ഉള്ളൂ. പിന്നല്ല. അതെ, ഇത് ചോദിക്കാൻ പറ്റിയ ആളല്ല. ക്രിമിനൽ ലോ ഓർ സിവിൽ ലോ എന്ന് ചോദിക്കാൻ വന്ന, പക്ഷെ ശരിക്കും കോർപ്പറേറ്റ് ലോ അല്ലേ ഇഷ്ടം. എന്നാലും ഇതിൽ നിന്ന് പറഞ്ഞാൽ ചൂസ് ചെയ്യാൻ പറഞ്ഞു. ക്രിമിനൽ ലോ ഓർ സിവിൽ ലോ? ഞാൻ ക്രിമിനൽ ലോ ചൂസ് ചെയ്യും. കൂടുതൽ രസവും കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് ഫണ്ണാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, കൂടുതൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ക്രിമിനൽ ലോ സൈഡിനോടാണ്. സിവിൽ ലോ സൈഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ക്രിമിനൽ ലോ കുറച്ചുകൂടി സിമ്പിളുമാണ്. ആൻഡ് നമ്മൾ ഡെയിലി ലൈഫിൽ പല സംഭവങ്ങളും കാണുന്നുണ്ട്. സോ ഞാൻ ഈവൻ റിസർച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സിവിൽ ലോ ആയിട്ട് ബന്ധപ്പെട്ട് റീൽസ് ഞാൻ പൊതുവെ ചെയ്യാറില്ല, ക്രിമിനൽ ലോസ് ആണ് ചെയ്യുന്നത്. സോ ഫോർ മീ ക്രിമിനൽ ലോ. ക്രിമിനൽ ലോ ഓർ കോർപ്പറേറ്റ് ലോ? ക്രിമിനൽ ലോ. എക്സാക്ട്ലി. എല്ലാവരും വിചാരിക്കും ഞാൻ കോർപ്പറേറ്റ് ലോ പറയാന്നത്. പഠിച്ച് മടുത്തു, ഇനി കുറച്ച് ക്രിമിനൽ ലോ. മോസ്റ്റ് റിവാർഡിംഗ് ആസ്പെക്ട് ഓഫ് ബീയിങ് എ ലോയർ? അത് നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളിലൊക്കെ പെടുവായിരിക്കും. മോസ്റ്റ് റിവാർഡിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിയമം അറിയാം, അതാണ് ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ള കാര്യം. ഐ നോ ദ ലോ ആൻഡ് എനിക്ക് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് അത് അറിയുന്നത് കൊണ്ട് നല്ല പ്രിവിലേജസ് എന്ന് വെച്ചാൽ ആ നിയമം അറിയുന്നത് കൃത്യമായി ഞാൻ യൂസ് ചെയ്യുന്നു, ഇല്ലീഗലായിട്ടില്ല, കറക്റ്റ് ലീഗലായിട്ട്. സോ ദാറ്റ് ഈസ് എ ബിഗ് പ്രിവിലേജ്. അതൊരു വലിയ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് എനിക്ക്. ശരിയാ. ഞാനും പഠിക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ എൻട്രൻസ് എക്സാം എഴുതണം, പഠിക്കാൻ പൊതുവെ മടിയായിരുന്നു. എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞ് പിന്നെ 5 വർഷം പഠിക്കണം. 5 വർഷം പഠിക്കണം. പിന്നെ ഡിഗ്രി കഴിഞ്ഞവർക്ക് 3 വർഷം മതി. ആണോ? 2 ടൈപ്പ് ഓഫ് ഡിഗ്രി ഉണ്ട്. 5 ഇയർ LLB ഉണ്ട്, 3 ഇയർ LLB ഉണ്ട്. അതിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് 3 ഇയർ LLB പോകും. അതാണ് എൻ്റെ ഒരു കസിൻ, ഒരു റിലേറ്റീവ് ഇപ്പോൾ പഠിച്ചിറങ്ങി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഈയിടെ അങ്ങോട്ട് ജോയിൻ ചെയ്തോളൂ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. ഞാനും ചെയ്തേനെ. സിമ്പിൾ, അതേ ഉള്ളൂ, 3 വർഷമേ ഉള്ളൂ. പക്ഷേ ഡിസ്റ്റൻസ് പഠിക്കാൻ പറ്റില്ല. ഇറ്റ്സ് നോട്ട് വാലിഡ് ഇൻ ഇന്ത്യ. ശരിയാ. ഡിസ്റ്റൻസ് പഠിക്കാൻ പറ്റില്ല. ഈവനിംഗ് ക്ലാസ്സസ് ഉണ്ടെന്ന്. ഈവനിംഗ് ക്ലാസ് എവിടെയുള്ളത് എനിക്കറിയില്ല. ഐ തിങ്ക് ഏതോ 1-2 കോളേജ്. ഐ ആം നോട്ട് ഷുവർ, ഞാൻ ഇവിടെ നോക്കിയിട്ടില്ല. കറന്റ് ലീഗൽ ഇഷ്യൂ ഇൻ കേരള യു ആർ പാഷനേറ്റ് അബൌട്ട്? പാഷനേറ്റായി പറയാൻ മാത്രം എന്താ ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് കേരളത്തിൽ എന്തൊക്കെ ലീഗൽ ഇഷ്യൂ ഉള്ളത്, പറ ലീഗൽ ഇഷ്യൂ ആണുള്ളത്. ആൻഡ് ആ ലീഗൽ ഇഷ്യൂവിനെ പറ്റിയാണ് നമ്മൾ റീൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിനെ പിക്ക് ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പിന്നെ പറയാൻ സാധിക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ കാണുന്ന കൺസ്യൂമറായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ചെറിയ ഇഷ്യൂ ആട്ടോ. ഒരു റീസെൻ്റായിട്ടൊരു ചെരുപ്പുമായി ബന്ധപ്പെട്ട് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റുണ്ടായിട്ട് കേസ് കൊടുത്തൊരു കേസുണ്ട്. അതേപോലെ പേയ്മെൻറ്റ് കിട്ടാണ്ട് വന്നപ്പോൾ സംഭവം. അങ്ങനെ പല സിറ്റുവേഷൻ നടക്കുന്നുണ്ട്. അപ്പം അതൊരു നല്ല രസമുള്ള ഏരിയ ആണ്. ആ ഏരിയയിൽ ആളുകൾ പോയി നീതി അവർക്ക് ലഭിക്കുന്ന കാണുമ്പോൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. ഒരു ഇഷ്യൂ എനിക്ക് ചൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ കൺസ്യൂമർ കോർട്ട് വഴി ഓരോ കാര്യങ്ങൾ സെറ്റാക്കി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര കിടില ആളുകളാണെന്ന് ഞാൻ ചെറിയ 1-2 രൂപയുടെ കാര്യമൊക്കെ ആയിരിക്കും. എനിക്ക് പല ആളുകൾ കളിയാക്കൊക്കെ ചെയ്യും. അതായത് എൻ്റെ 2 രൂപ പോകാൻ 3 കോടി കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ കമൻസ് ഞാൻ കാണാറുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഈ പറഞ്ഞ ആളുകളുണ്ട് ഒരു മാതൃകയാണ്. അതായത് ട്രെയിനിൽ കയറിയിട്ട് എന്താ പറയുക, ഈ ഡോർ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട്, ഓരോ വിൻഡോ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് വെള്ളം കയറിയിട്ട് പനി പിടിച്ച് പോയ ആൾ കേസ് കൊടുത്ത് കോമ്പൻസേഷൻ വാങ്ങിച്ച കഥയൊക്കെ ഞാൻ റീലുണ്ടാക്കി പറഞ്ഞപ്പോൾ അപ്പം അതിൻ്റെ കമൻ്റ് ആയിരുന്നു, ആ ഒരു 10,000 രൂപ പോയതിന് ഞാൻ 50,000 അങ്ങോട്ട് കൊടുത്ത് വക്കീലിന് കൊടുത്തിട്ടാണ് ആക്കിയതെന്നൊക്കെ ഉള്ളത്. സോ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇതൊക്കെ ഒരു മാതൃക ആൾക്കാരാണ്. ആ ചെരുപ്പിൻ്റെ കേസ്, പിന്നെ കൺസ്യൂമർ കോർട്ടിൽ ഏറ്റവും പെട്ടെന്ന കാര്യം വക്കീൽ വേണ്ട. ഒരു പെൺകുട്ടി, അതിൻ്റെ കറക്റ്റ് എന്തായിരുന്നു സിനാരിയോ എന്ന് എനിക്ക് ഓർമ്മയില്ല.
പേയ്മെന്റ് ചെയ്തത് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വന്നു നിങ്ങളുടെ ബാങ്കിന്റെ സൈഡിൽ വിളിച്ചു ചോദിക്കും ഞങ്ങളുടെ ബാങ്കിൽ വന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കുട്ടി പോയി അത് കേസ് കൊടുത്ത് കോമ്പൻസേഷൻ കിട്ടിയതാണ് ഞാൻ ജഡ്ജ്മെന്റ് ഫേവർ ആയിട്ട് കിട്ടിയതാണ്. എനിക്ക് ജഡ്ജ്മെന്റ് മൊത്തം വായിക്കാതെ എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ അവിടെ ഒരു ഡെഫിഷ്യൻസി ഇൻ സർവീസ്, മോശമായ സർവീസാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് 3 കാര്യങ്ങൾക്കാണ് കിട്ടുക. ഒന്ന്, ഒരു അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസ്. രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന മാനുഫാക്ചറിങ് ഡിഫക്റ്റുള്ള പ്രോഡക്റ്റ്. മൂന്നാമത്തെ കാര്യം സർവീസ്, മോശമായ സർവീസ്. ഈ സിറ്റുവേഷനിൽ കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പറ്റും. അത് ഭയങ്കര പ്രൗഢ. പക്ഷെ ഞാനൊരിക്കലും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് വയ്യനി ഇതിന്റെ പുറകെ നടക്കാൻ, അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബാഡ് ട്രേഡ്സ് പിന്നെയും നടക്കുന്നത്. പക്ഷെ എൻ്റെ അമ്മയൊക്കെ ഉണ്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് പൈസ തിരിച്ചു വരാത്തുണ്ടെങ്കിൽ പോയി അവിടെ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടൊക്കെ വരുള്ളൂ. പിന്നല്ലേ പിന്നെ എന്താ മറ്റേ അയ്യോ അമ്മേന് നിയമം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ജീവിക്കാൻ പറ്റത്തില്ല പ്ലീസ്. അല്ലെങ്കിൽ തന്നെ പോരാളിയുടെ പോരാട്ടം കാരണം അമ്മ ഈ പോഡ്കാസ്റ്റ് കാണും. 2 പേരായി വീട്ടിലും കയറത്തില്ല, എഡിറ്റും നടക്കത്തില്ല. ലോ അബൈഡിങ് സിറ്റിസൺ എന്ന് പറഞ്ഞ സിനിമ ഇട്ടുണ്ടോ? ഇല്ല, അൺഫോർച്യുനേറ്റ്ലി ഞാൻ കണ്ടിട്ടില്ല. കണ്ടു നോക്കട്ടോ. എന്നുവെച്ചാൽ രസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ നിരസിക്കപ്പെട്ട ഒരാളില് പിന്നെ റിവെഞ്ച് ചെയ്യാൻ വരുന്നൊരു സംഭവമാണ്. ഇല്ലീഗലല്ല, പക്ഷെ അത് ഭയങ്കര ലോ അബൈഡിങ് സിറ്റിസൺ എന്നൊക്കെ നമ്മൾ പേര് കാണുമ്പോൾ നമ്മളെന്താ ലോ വഴി ഇയാൾ കിടുവായിട്ട് ഇതാക്കി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. പക്ഷെ ഇയാൾ ലാസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെടത്തില്ല, അങ്ങനെ എന്തൊക്കെയോ സംഭവമാണ്. പക്ഷെ മറന്നുപോയി, ഒരുപാട് കാലം മുന്നേ കണ്ടതാണ്. മറ്റേ ജാക്ക് ജില്ലൻ ആ പുള്ളിയാണ്. ഞാൻ അങ്ങനത്തെ കുറെ പടങ്ങൾ കണ്ടിട്ടില്ല. കാരണം എൻ്റെ സ്വഭാവം വെച്ചാൽ പല ആളുകളും ത്രില്ലർ പടങ്ങൾ അല്ലെങ്കിൽ ഈ നിയമവുമായി ബന്ധപ്പെടുന്ന പടങ്ങൾ മാത്രം കാണുന്ന ഒരു വ്യക്തിയായിരിക്കും. ത്രില്ലർ പടവും ഞാൻ കാണാറില്ല, ഈ പറഞ്ഞ സംഭവങ്ങൾ ചിലതോ കാണാറുണ്ട് കേട്ടോ. എനിക്ക് ആഗ്രഹം കോമഡി ആയിട്ടുള്ള മാസ് മസാല മൂവീസാണ് ഞാൻ കാണുക. ബിക്കോസ് എനിക്ക് മൈൻഡിൽ വേണ്ടത് ഒരു ഫ്രഷ്നെസ് ആണ്. പൊതുവെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഈ പല മൂവീസ് ഞാൻ ഒഴിവാക്കുന്നത്. എത്രയോ അടിപൊളി ത്രില്ലേഴ്സ് നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പൊതുവെ മൈക്കിൽ പുറത്ത് പറയുന്നില്ല, കാരണം അതൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നില്ല തൽക്കാലം. അതെ, ഈ ഓപ്പറേഷൻ ജാവ പോലെയുള്ള അതൊക്കെ ഭയങ്കര സൈബർ ക്രൈംസ് ഒക്കെ വരുമ്പോൾ സൈബർ ക്രൈം ഒരു വലിയ ഇഷ്യൂ ആണ്. പിന്നല്ലേ, ഈവൻ ഇഷ്യൂ മാത്രമല്ല, നിങ്ങൾ പോയി സൈബർ സെല്ലിൽ പരാതി കൊടുക്കും, സൈബർ സെല്ലിന്റെ ഭാഗത്ത് ഒരു ആക്ഷൻ ഉണ്ടാവില്ല. ഇല്ല, കാരണം ഞാനേ ഒന്നും അല്ലാതെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കുറേ ഫേക്ക് പ്രൊഫൈൽസ് ഒരാൾ തന്നെയാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും എൻ്റെ സെയിം ഈ ഫോളോവേഴ്സിന് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അതെ, ഞാൻ അപർണ എൻ്റെ അക്കൗണ്ട് പോയി. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നുള്ള ഐഡിയ വന്നിട്ടില്ല. എനിക്ക് 1000 ഫോളോവേഴ്സ് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങിയ എൻ്റെ ഫോളോവേഴ്സ് എന്താ വിചാരിക്കുക, ഇവള് പുതിയ അക്കൗണ്ട് തുടങ്ങിയതായിരിക്കും എന്നൊക്കെയല്ലേ. അപ്പോൾ കുറേ ഇത് 1 വട്ടം റിപ്പോർട്ട് ചെയ്തു, 2 വട്ടം റിപ്പോർട്ട് ചെയ്തൊന്നും നടക്കുന്നില്ല. സൈബർ സെല്ലിൽ വിളിച്ച് ഞാൻ കേസ് കൊടുത്തു. എന്നിട്ട് ഒരനക്കും ഒന്ന് മെയിൽ അയച്ചേക്കാം, എല്ലാ തെളിവുകളും കൂടെ വെച്ചിട്ട് അയച്ചേക്കാൻ പറഞ്ഞു. ഒന്നും നടന്നില്ല. വെള്ളിമൂങ്ങിൽ ഭുജമാനം പറഞ്ഞ ഇപ്പം ശരി. അപ്പോൾ അത് ആക്ച്വലി ഇപ്പം റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. അദ്ദേഹം ഒന്നൊരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാമിലി റിലേറ്റീവ്സും അതേപോലെ മറ്റു പല ആളുകളുടെയും ഫോട്ടോസ് ടെലിഗ്രാമിൽ പല ചാനലുകളിലേക്കും പോകുന്നു. അതേപോലെ തന്നെ ഈ പറയുന്ന ഫോട്ടോസിനെ ആ ചാനലിൽ തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നു, AI ജനറേറ്റ് വെച്ച് മോർഫ് ചെയ്തിട്ട് അതിന് താഴെ മോശം കമൻറ്റുകളാണ് ആ ഗ്രൂപ്പ് പറഞ്ഞ ചാനൽ നടക്കുന്നത്. അതിനെതിരെ അദ്ദേഹം സൈബർ സെല്ല് വിളിച്ചു എന്നാണ് കേൾക്കുന്നത്, റെസ്പോൺസ് ഇല്ല. പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ റെസ്പോൺസ് ഇല്ല എന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെ പോയാൽ എന്ത് കാര്യമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സൈബർ സെല്ല് ആക്റ്റീവായിട്ട് നമ്മളുടെ പരാതികൾക്കൊരു സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവർ പണിക്ക് പിന്നെ പോവില്ല, സിസ്റ്റം ശരിയാവില്ല. സോ ഇനി സൈബർ സെല്ലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, അതായത് അവർക്ക് റിസോഴ്സസ് ഇല്ല, ആളില്ലെങ്കിൽ ഗവൺമെൻറ് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിന് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. സൈബർ സെൽ സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് എന്താ പറയുക ഒന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലൊരു പേടി എപ്പോഴും ഉണ്ടാവില്ല. ഈവൻ ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ ഫോട്ടോ, എൻ്റെ കൂടെയുള്ള ഫോട്ടോസ് ഇടുമ്പം ഞാൻ 3 വട്ടം ആലോചിക്കും ഇടണോ വേണ്ടയോ എന്നുള്ളത്. ബിക്കോസ് ഐ എം വെരി കൺസേൺഡ് അബൌട്ട് മൈ ഫാമിലി. അങ്ങനെ എത്ര ഫാമിലിയെ പറ്റി കൺസേൺഡ് ആവുന്ന ആളുകളുണ്ടാവും. സോ ഐ തിങ്ക് ദാറ്റ് ഷുഡ് ചേഞ്ച്. സൈബർ സെൽ ഷുഡ് ബി മോർ സ്ട്രോങ്. എൻ്റെ ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ട് മറ്റേ 18+ സൈറ്റുകളിലും ഒക്കെ മോർഫ് ചെയ്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നല്ലാതെ വിളിച്ചാൽ കാര്യമില്ലെന്നറിയാം, അതുകൊണ്ട് മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ആളുകൾക്ക് മോർഫ് ചെയ്ത പിക്ചർ കണ്ടാൽ മനസ്സിലാവാനുള്ള ബുദ്ധിയുണ്ട്. പ്രശ്നം വരാൻ പോകുന്നത് AI കാലഘട്ടമാണ്. ഇറ്റ് വിൽ നോട്ട് ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് അത് മോഫ്ഡ് ആണോ റിയൽ ആണോ എന്നുള്ളത്. ആൻഡ് അത് വലിയൊരു പ്രശ്നമാണ് വരാൻ പോകുന്നത്. അത് മാറണമെങ്കിൽ സൈബർ സെൽ സ്ട്രോങ് ആവണം. അതായത് ഞാനിപ്പോൾ മോർഫ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് കൂടെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പിടിക്കാൻ സാധ്യതയുണ്ട്, പരിപാടിക്ക് ഞാൻ ഇറങ്ങുന്നില്ല എന്നുള്ളത്. സോ അതാണ് സംഭവം. സൈബർ സെൽ സ്ട്രോങ് ആയ ഇത് സൊല്യൂഷൻ കിട്ടും, പക്ഷേ സ്ട്രോങ് ആവണം. അതെ അതെ.
പ്രത്യേകിച്ച് മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ചേഞ്ച് വരണം. ഇപ്പോൾ ആ വരുമെന്ന് അറിയില്ല. പക്ഷെ സൈബർ സെല്ലും പോലീസും കാരണമൊക്കെ നമുക്കിങ്ങനെ മര്യാദ കിടന്നില്ല, സൈബർ സെല്ലിൽ കേസ് കൊടുക്കുമെന്ന് പറയാൻ പറ്റും. പറയാനല്ലേ പറ്റും. ഈവൻ ഞാൻ പല സിറ്റുവേഷനിലും റീൽ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് പറയും സൈബർ സെല്ലിൽ വിളിച്ച് പരാതി കൊടുക്കും. എന്നിട്ട് ആ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇരിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കും കൊടുക്കാം എന്താവും എന്നുള്ളത്. അതാണ് പ്രശ്നം. പക്ഷേ എനിക്ക് തോന്നുന്നു മീഡിയ അറ്റൻഷൻ കിട്ടിയ കേസുകളോ അല്ലെങ്കിൽ കുറച്ച് ഗൗരവമുള്ള ഭയങ്കര ഗൗരവമുള്ള, അതായത് നിങ്ങൾ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ, ഞാൻ പറയും ഇൻഫ്ലുവൻസറിനെ പറ്റില്ല, ഇൻഫ്ലുവൻസർ വലിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ഇൻഫ്ലുവൻഷ്യലായ ആളുകളൊക്കെ ആണോ അല്ലെങ്കിൽ മീഡിയ അറ്റൻഷനൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ സൈബർ സെല്ല് ആക്റ്റീവായിട്ട് നോക്കും. അല്ലാത്തൊരു സാധാരണക്കാരൻ എന്താ പറയുക, അവൻ്റെ മകളുടെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അവൻ്റെ മകൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ട് പോകുമ്പം അവന് നീതി കിട്ടുന്നുണ്ടോ എന്നതാണ്. അവന് നീതി കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എല്ലാവർക്കും നീതി കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കിട്ടുന്നില്ല. ഞാനൊരു വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്, അതിൻ്റെ താഴെ കമൻസിൽ ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എത്ര പേര് സൈബർ സെല്ലിന് പരാതി കൊടുത്തിട്ടുണ്ട്, എത്ര പേർക്ക് സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ബിക്കോസ് ഐ വോണ്ട് ടു നോ എന്താണ് ഇപ്പോഴത്തെ കേരളത്തിലെ പ്രസന്റ് സിനാരിയോ എന്നുള്ളത്. ലെറ്റ്സ് സീ, നോക്കട്ടെ. ഞാൻ എന്തായാലും ഒരു 2016 എന്തോ വിളിച്ച് ഇമെയിൽ അയച്ചതിനൊന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല. കഷ്ടം. പിന്നെ ആ ആള് പിന്നെ നിർത്തി എന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഞാൻ അതിനു വേണ്ടി ഇരുന്നു. ഞാൻ ഇനി ഇയാൾ ഉണ്ടാക്കിയ ഞാൻ പ്രശ്നമാക്കും എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും ആക്കും. അതെ, അന്ന് പിന്നെ ഈ നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്ററോ ആങ്കറോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൊരു റെലവൻ്റ് ആയിട്ടുള്ള ഒരാളല്ലായിരുന്നു. ഇപ്പോഴും റെലവൻസ് എത്ര എനിക്കറിയത്തില്ല, പക്ഷേ ഒരു 1,00,000 പേരുണ്ടല്ലോ, സ്നേഹിക്കുന്നുണ്ടോ എന്തായാലും എന്ത് ചെയ്യാനൊക്കെ എന്തോ ഇഷ്ടമാണല്ലോ, തെറി വരുമെന്ന് തോന്നുന്നു. ഇന്ന് മഴയായത് കാരണം സാധാരണ ഞാൻ എല്ലാ പോഡ്കാസ്റ്റിലും ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചിരിക്കുന്നു, പക്ഷെ ഇതിൽ കുറെ ഞാൻ ചിരിച്ചെന്ന് തോന്നുന്നു, കുറെ മണ്ടത്തരവും പറഞ്ഞിട്ടുണ്ട്. ഓ ആ 2 സ്വയംപുകഴ്ത്തികരിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറയും. പിന്നെ എനിക്ക് ആളുകളോട് പറയാനുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ഫീൽഡ് സ്പെസിഫിക് ആയിട്ട് ആളുകളെ കൊണ്ടുവരുമ്പം ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളല്ല. ഇത് കാണുന്ന ഒരാളെ പോലെ തന്നെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതെനിക്കത്ര പറയാനുള്ളൂ. അതിലൊരു പ്രശ്നമില്ല. കാരണം എനിക്ക് എൻ്റെ റീലുകളിൽ സോമൻ എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹം ഒരു മണ്ടനാണ്. അദ്ദേഹത്തിന് മണ്ടൻ ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എൻ്റെ ലോയർ ബ്രോ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ മണ്ടൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ ഈ പോഡ്കാസ്റ്റ് ഹിറ്റ് ആവുകയുള്ളൂ. സോ നോ വറീസ്, നോ ഇഷ്യൂസ്. എനിക്ക് പറയണം എന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ എല്ലാ പോഡ്കാസ്റ്റിലും കിട്ടുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ. അങ്ങനല്ല, ആരെങ്കിലും ഒരാളൊക്കെ പഠിച്ചിട്ട് വാന്നൊക്കെയുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അതെ, അതാണ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിൽ? പഠിക്കണ്ട, ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലെയിൻ ആയിട്ട് സംസാരിച്ച കാര്യം നടക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമന്റ് ഇടുമ്പോൾ ഇത് ഓർത്താൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റിൽ വരുന്ന ഗസ്റ്റുകളോടും ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, എന്താണെന്ന് പറയാമോ? അല്ല, എൻ്റെ പോഡ്കാസ്റ്റ് കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചുമ്മാ പറഞ്ഞ. അതായത് ഏറ്റവും ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു മെമ്മറി അല്ലെങ്കിൽ ഒരു ബുക്ക്, ഒരു സിനിമ, എന്തോ ആയിക്കോട്ടെ, എന്താണത്? ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായത് 2 തവണയാണ്. 2 തവണ എന്ന് പറയുമ്പോൾ 2 പരാജയങ്ങൾ, 2 തോൽവികൾ എൻ്റെ ലൈഫിൽ, 2 ബാഡ് മെമ്മറീസാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ നവനീതാക്കി മാറ്റിയത്. അതൊന്ന്, ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ചീറ്റ് ചെയ്ത് പോയ സമയത്തും, രണ്ടാമത് ഫ്രണ്ട്സായ കുറച്ച് ആൾക്കാരിന് ഒരു പണി കിട്ടിയ സമയത്തും. ഈ 2 മൊമെൻറ്റ്സിൽ നിന്നും ഞാൻ എന്നെ നല്ലോണം മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് എൻ്റെ ആ ഡൗൺഫോൾ ആണല്ലോ, ഒരാളുടെ ഡൗൺഫോൾ ആണല്ലോ നമ്മൾ എന്താണ്, നമ്മളുടെ റിയൽ ഫ്രണ്ട്സ് എന്തൊക്കെയാണ്, നമ്മളുടെ മാക്സിമം ലിമിറ്റ് എന്തൊക്കെയാണ്, നമ്മളുടെ ഇമോഷണൽ കപ്പാസിറ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഈ 2 സിറ്റുവേഷനിൽ ഞാൻ അത് കൃത്യമായിട്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്, എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ നിന്ന് പുറത്ത് വരാൻ കുറച്ച് സമയം എനിക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ ആ സമയം എടുത്തതും ഞാൻ എൻ്റെ മുകളിൽ വർക്കൗട്ട് ചെയ്തത് കൊണ്ട്, പേഴ്സണൽ മൈൻഡ് ലെവലിലാണെങ്കിലും എന്ത് ലെവലിലാണെങ്കിലും, പിന്നെയാണ് എനിക്കെന്നെ റീഡിഫൈൻ ചെയ്യാൻ സാധിച്ചത്. ദ റിയൽ പേഴ്സൺ ആരാണ്, എൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. സോ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു ചീറ്റിങ്ങും ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ചീറ്റിങ്ങും, ഈ 2 സാധനങ്ങളാണ് എന്നെയാക്കി മാറ്റിയത്. സോ ഐ ആം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ് ബാഡ് മെമ്മറീസ്. ബിക്കോസ് അതില്ലായിരുന്നെങ്കിൽ ശരിക്കും ഈ നവനീത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ ഉണ്ടാവില്ല. ബിക്കോസ് ഉണ്ടാവില്ല വെച്ചാൽ ഞാൻ വേറെ പണി ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ആരും അറിയുന്ന പോലെ ഉണ്ടാവില്ല. പക്ഷേ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ലെവലിൽ വരെ എത്തിയത്. സോ എൻ്റെ ലൈഫ് ചേഞ്ചിങ് ആ 2 മൊമെൻറ്റ്സ് ആണ്. സിമ്പിൾ. 2 ചതിയുടെ ഒരു നെഗറ്റീവ്. ഇനി അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഞാൻ പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തൊരു പേഴ്സണാണ്. അച്ഛന് പല ആഗ്രഹങ്ങളും
ഉള്ളൊരു മനുഷ്യനാണ്. അച്ഛൻ പോലീസ് ഓഫീസർ ആണെങ്കിലും ശരി ഭയങ്കരമായ രീതിയിൽ ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു റിട്ടേൺ പോലും പ്രതീക്ഷിക്കുന്നില്ല. അച്ഛൻ്റെ എഫേർട്ട് എടുത്ത് എത്രയോ ആളുകളെ പല ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുപ്പം മുതലേ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അച്ഛൻ അനുകരിക്കുക എന്നുള്ള കുട്ടികളുടെ ഇത്. അപ്പം പല ആളുകളും പറയാറുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ റോൾ മോഡൽ അല്ലാണ്ടായി മാറുന്നത്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഒരേ ഒരു റോൾ മോഡൽ അച്ഛൻ തന്നെയാണ്. സോ അതൊരു വലിയ ഇൻഫ്ലുവൻസ്. അപ്പോൾ അച്ഛൻ ഒരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നില്ല ആൾക്കാർ, ഞാനും റിട്ടേൺ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലാവുന്ന വിധത്തിൽ ഞാൻ ലീഗൽ നോളജ് ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്നു. ഇനി അതിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നത് വെച്ചാൽ കിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് അബൌട്ട് വൺ വേ തന്നെ ഞാൻ ഹാപ്പിയാണ്. സോ അത്രയേ ഉള്ളൂ. ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ പഠിച്ചത് അച്ഛനിലൂടെയാണ്. സോ ദാറ്റ് ഹീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ മൈ ലൈഫ്. ജീവിക്കാനുള്ള പൈസ കിട്ടിയാൽ മതി, അത്യാഗ്രഹമില്ല. എനിക്ക് അങ്ങനെ എന്താ പറയുക ബെൻസ് കാറ് വേണം, അല്ലെങ്കിൽ എന്താ പറയുക 4 നിലയുള്ള വീട് വേണം, 2 ഫ്ലാറ്റ് വേണം, കൊച്ചിയിൽ റൂം വേണം, എനിക്കാണെന്നില്ല. എനിക്ക് ആകെ സിമ്പിളായിട്ട് എൻ്റെ ഫാമിലിക്ക് സ്റ്റേബിളായിട്ട് പോകാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം എന്നുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ കോടീശ്വരനാവണം, മറ്റേ എന്താ പറയുക കുറേ കാറുകൾ ഗരാജിൽ വേണം. എനിക്ക് വണ്ടി ഓടിക്കാൻ ഒരു കാർ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്, ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അതിൽ ആൾ കൂടുകയാണെങ്കിൽ നമ്പർ കുറച്ച് ഒരു കാർ കൂടി വേണേൽ വാങ്ങിക്കാം മേ ബി ഇൻ ഫ്യൂച്ചർ. അത്രയേ ഉള്ളൂ. പിന്നല്ല സിമ്പിൾ. അത്രയേ ഉള്ളൂ. എന്ത് അത്യാഗ്രഹം? ലോട്ടറി ഒക്കെ അടിച്ചാൽ നോക്കാം. ലോട്ടറി അടിച്ച് സന്തോഷം, അത്രയേ ഉള്ളൂ. എടുക്കാറില്ലാത്തതുകൊണ്ട് അതെ, കുഴപ്പമില്ല. ഞാൻ എന്തോ പറയാൻ വന്നായിരുന്നു, ചതിയെക്കുറിച്ച് ചീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയാം. ഈ ചീറ്റ് ചെയ്യുന്നവർക്കെതിരെ കൊടുക്കാൻ വല്ല കേസുണ്ടോ? എന്നോട് പല ചോദിച്ചു സാർ, എന്നെ എൻ്റെ കാമുകി തേച്ചിട്ട് പോയി സാർ, എനിക്ക് കേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് എനിക്ക് പറ്റില്ല. അതായത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും, അതിൽ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ തേച്ചിട്ട് പോവോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ തേപ്പല്ല മറ്റേ വഞ്ചന കേസ്, എന്ത് വഞ്ചന കുറ്റത്തിന് കേസെടുത്തെന്നും ചീറ്റിംഗ് കേസ് കൊടുക്കാന്ന് പറഞ്ഞു. ചീറ്റിംഗ് അല്ല, വഞ്ചന കുറ്റത്തിന് കേസ് കൊടുത്തു, പിന്നെന്താ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു. അത് ഓക്കെ. ഞാൻ പറഞ്ഞ പ്ലെയിൻ എന്നോട് എന്താ ചോദിച്ചത്, ചീറ്റ് ചെയ്ത കേസ് കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഞാൻ എന്താ പറയാ, കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ എന്താ പറയാ വിവാഹ വാഗ്ദാനം കൊടുത്തിട്ട് അവരുമായി സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോയി, ആൻഡ് ആ സെക്ഷൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞപ്പം അതൊക്കെ അതിനു വേണ്ടി മാത്രമാണ് വിവാഹ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, അത് കേസാവും. ഞാൻ പറയുന്നത് 2 ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഇവരിങ്ങനെ പോവുകയാണ്, അതിനിടയിൽ ഈ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ വേറെ ആൾ ഇഷ്ടമായി, ഇയാൾ ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ ഇരിക്കോ കോണ്ടന്റ് ക്രിയേറ്റർ പറയുന്നുണ്ട് നിങ്ങൾ പോയി ചീറ്റിങ്ങിൻ്റെ സെക്ഷൻ വെച്ച് കേസ് കൊടുത്തോളൂ എന്നൊക്കെ. പോലീസില്ലേ അതെടുത്ത് വലിച്ചങ്ങ് എറിയുക ചെയ്യുക, അങ്ങനെയൊന്നും കേസ് കൊടുക്കാൻ പറ്റില്ല. പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ മുകളിൽ കേസ് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ആളുകൾ വിചാരിക്കുന്ന ഒരു ക്രൈം ആണെന്നാണ്. ഇറ്റ്സ് നോട്ട് എ ക്രൈം, ഇറ്റ്സ് എ ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ഓൺലി. ഡിവോഴ്സിനുള്ള ഒരു ഗ്രൗണ്ട് മാത്രമാണ്. അത്രയേ ഉള്ളൂ. പിന്നെ മൂവ് ഓൺ. നിങ്ങളെ വേണ്ടാത്തവർ എന്തിനാണ് നിങ്ങൾ പിന്നാലെ പോയി കഷ്ടപ്പെടുന്നത്? ഇറ്റ്സ് പോകുന്നത് പോട്ടെ, അത്രയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് മുന്നോട്ടേക്ക് പോകും, അത്രയേ ഉള്ളൂ. വിട്ട് കളയണം. പിന്നെ അതെ. അപ്പം എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു. എനിക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കാം, ലീഗൽ സംശയങ്ങൾക്ക് ഞാൻ വിളിക്കാം. പിന്നെ പ്രേക്ഷകരോട് എനിക്ക് ഒരു സാധാരണ ഗസ്റ്റുകളാണ് പറയാറ്, പക്ഷെ എനിക്ക് ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മണ്ടത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം ലീഗലാണ്, അറിയാം, എനിക്ക് അത്ര വിവരമുള്ള ഏരിയ അല്ല, എല്ലാത്തിലും എനിക്ക് അത്ര വിവരം ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ക്ഷമിക്കുക. എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബി അവെയർ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് യു. ആൻഡ് എല്ലാം ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ രാജ്യമാണെങ്കിലും ശരി, നമ്മുടെ കേരളമാണെങ്കിലും ശരി, ഓരോ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അതിൽ 2 സൈഡും കൂടി നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് ഫേക്ക് ഇൻഫർമേഷൻസും ഫേക്ക് സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സോ ബി കെയർഫുൾ. എല്ലാം 2 സൈഡും 3 സൈഡും ഒക്കെ കേട്ടിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. പിന്നെ ലീഗൽ നോളജുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനായിക്കോട്ടെ വേറെ ഏത് ലീഗൽ കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കോട്ടെ, അവരെ കേൾക്കുക. അവരെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗുണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഭയങ്കരമായ രീതിയിൽ ലീഗൽ ഇൻഫർമേഷൻസ് കിട്ടും. സോ പ്ലീസ് ബി അവെയർ അബൌട്ട് ദാറ്റ്, ബി അവെയർ അബൌട്ട് യുവർ റൈറ്റ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റ്സിനെ പറ്റി അവെയർ ആവുകയാണെങ്കിൽ യു ക്യാൻ ബി എന്താ പറയുക, ടെൻഷൻ അടിക്കാണ്ട് ജീവിക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ദാറ്റ്സ് ഓൾ. ലോയർ ബ്രോയെ ഫോളോ ചെയ്യുക. യാ, താങ്ക് യു. പിന്നല്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.